ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ഭദ്രകാളിക്ക് ചെയ്താൽ നഷ്ടപ്പെട്ട എല്ലാ ഐശ്വര്യങ്ങളും തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെയും എന്നും ഉയർച്ച ഉണ്ടാകാനും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഭദ്രകാളി അമ്മ തരും. ഈ പറയുന്ന ഒരു കാര്യം ഈ പറയുന്ന ഒരു ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്താൽ, അപ്പം അത് ഏത് ദിവസമാണ്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് നിരവധി ആളുകളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും, നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ ഏറ്റവും നല്ലതാണ്. മാത്രമല്ല, ഭാവിയിലാണെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകാതെയും കുടുംബക്ഷയമുണ്ടാകാതെയും എന്നും സമൃദ്ധിയും സമ്പത്തും ഐശ്വര്യവും ഭദ്രകാളിയമ്മ തരും. അങ്ങനെയുള്ള ഒരു ദിവസമുണ്ട്. ആ ദിവസം എല്ലാ ദിവസവും ആ ദിവസമല്ല, പ്രത്യേക ഒരു ദിവസമുണ്ട്. ആ ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്തിന് ഭദ്രകാളിയമ്മയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ലളിതമായ കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ, അത് വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് മെസ്സേജുകൾ വരുന്ന മുഴുവൻ കടബാധ്യതയാണ്. ഈ ഒരു വാക്കേ കേൾക്കാനുള്ളൂ. ഏത് വാട്സപ്പ് ഓപ്പൺ ചെയ്താലും സാറേ ഞങ്ങൾക്ക് വളരെ കടമാണ്, വളരെ ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, ഈ ഒരൊറ്റ ശബ്ദമേ ഏത് വാട്സപ്പ് എടുത്താലും കേൾക്കാനുള്ളൂ. ഇത് മാത്രമാണ് ഇങ്ങനെ കൂടുതലും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അത് ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് നിങ്ങൾക്കും അത് ഫലം ചെയ്യും. പക്ഷെ അത് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യണം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വഴികൾ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വഴിപാട് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, മറന്നേക്കണം. ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ വഴിപാടിൽ സംശയമുള്ളത് കൊണ്ടാണ് അത് ഫലം കിട്ടത്തില്ല. ചെയ്യുക, മറക്കുക. അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളെല്ലാം അറിയണം. എന്നിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം. ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യും. അത്ര ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ട കാര്യമാണ്. ഞാൻ ഈ അടുത്തിടയ്ക്കും പറഞ്ഞു, വളരെ ബുദ്ധിമുട്ടിലുണ്ടായിരുന്ന ഒരു കുടുംബം, വളരെ ബുദ്ധിമുട്ടാണ്. അവരെ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാ കഥ എഴുതാൻ പോലും അവരുടെ ജീവിതത്തിൽ കഥയുണ്ട്. അതുപോലെ വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്നൊരു കുടുംബം. അപ്പോൾ അവർ നല്ല കഴിവുള്ളവരാണ്, നല്ല ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ ഒരുപാട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നുപോയി. അവർക്ക് ഞാൻ ഭദ്രകാളിയുടെ ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെ അവരതുപോലെ അവരതുപോലെ എഫേർട്ടും ഒക്കെ എടുത്ത് അതൊക്കെ അവർ ചെയ്തു. അല്ല ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എങ്കിലും അവർ ഭദ്രകാളിയുടെ ആ കാര്യം ചെയ്തു. അവർ UK പോകാനൊക്കെ അവർക്കെല്ലാം ശരിയായി. ആദ്യം വന്ന് കണ്ടത് എന്നെയാണ്. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, ആദ്യം നിങ്ങളെ വന്ന് കാണണം. ഞാനങ്ങ് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. പക്ഷേ അവരുടെ ബന്ധുക്കാരെ, അടുത്ത ഫ്രണ്ട്സിനോടൊന്നുമല്ല, ആദ്യം എൻ്റെ അടുത്ത് വന്നാണ് പറയുന്നത്, UK പോകാനെല്ലാം ശരിയായി, നിങ്ങൾ ആ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. എന്തൊരു സന്തോഷമാണ്. എനിക്കൊരു 10,000 അവാർഡ് കിട്ടുന്നതിനേക്കാൾ സന്തോഷമാണ്. കാരണം അതൊന്നും അല്ല ഒരു ജീവിതം മാറുന്നത്. അത് ഞാൻ ഈ നാക്കുകൊണ്ട് ഭദ്രകാളിയുടെ ചില കാര്യം പറഞ്ഞു കൊടുത്താൽ അവർ അതുപോലെ കടവും ദുരിതവും ഒക്കെ ആയിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക, വിശ്വാസത്തോടെ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അവർക്കും ഞാനൊന്ന് പറഞ്ഞു കൊടുത്ത കാര്യം അതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വഴി പറഞ്ഞു തരാം. അല്ലാതെ ചുമ്മാ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നടക്കുമോ, എനിക്ക് എന്ത് വഴിയാണ് വരാൻ പോകുന്നത്, എനിക്കൊരു മാർഗ്ഗമില്ലല്ലോ, ഇങ്ങനെയൊക്കെ അവിടെ ചിന്തിച്ചാൽ ഒരു കാര്യമില്ല. ആദ്യം ആ ദേവതയെ വിശ്വസിക്കണം. ദേവതയ്ക്ക് വഴി ഉണ്ടാക്കാനും മാർഗം ഉണ്ടാക്കാനും ജീവിതം മാറ്റാനും ശക്തി ഉണ്ടെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം. പിന്നെ ചെയ്ത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അതിന് മനസ്സിലായോ? അത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഫലമുണ്ടാകും. പിന്നെ ഒരു തവണയൊന്നും ചെയ്തുകൊണ്ട് ഒരു കാര്യവും മാറ്റം വരത്തില്ല. നമ്മളത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. കടമാണെങ്കിലും ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, പല ദിവസങ്ങൾ കൊണ്ടും പല പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് മാറ്റം ഉണ്ടാകണമെങ്കിലും പല ദിവസങ്ങൾ കൊണ്ട് ആ വഴിപാടുകളൊക്കെ സാധിക്കുന്ന രീതി ആവർത്തിക്കണം. നിങ്ങൾക്ക് ആവശ്യമുണ്ട് അങ്ങനെ ചെയ്യുക. ചെയ്തവർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വഴികൾ, എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ അറിയുക. പിന്നെ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് വീഡിയോ ഏറ്റവും കുറച്ച് വ്യൂസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങൾ പലർക്കും കാണാൻ താല്പര്യമില്ല, അറിയാൻ താല്പര്യമില്ല. അവിടെ പല കാര്യങ്ങളും ചെയ്ത് പൈസയെല്ലാം പോയി ജീവിതമെല്ലാം നഷ്ടപ്പെട്ട് കടക്കണിയെല്ലാം ആയിക്കഴിയുമ്പോൾ ചിലപ്പം വീഡിയോ അന്ന് കണ്ടേക്കും. പക്ഷേ ഇന്ന് ഒരു ആപത്തുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചിലപ്പം സ്ക്രോൾ ചെയ്ത് വിടും, കാണത്തില്ല.
അതൊക്കെ ഓരോരുത്തരുടെ വിധി. നല്ല കാര്യങ്ങൾ പറയും തോറും വ്യൂസ് കുറഞ്ഞ് വരുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ചെയ്യുന്നവർക്ക് ബലമുണ്ടാകും, അത് എനിക്ക് ഉറപ്പുണ്ട്. ശിവപാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട്, അകവും പുറവും ശിവനെ തന്നെ സ്മരിച്ചുകൊണ്ട്, ആദിയും അന്തവും ശിവനെ തന്നെ സ്മരിച്ചുകൊണ്ട്, ഞാനെന്നുള്ള ഭാവം ഒരു കണിക പോലും എൻ്റെ മനസ്സിലോ ഇല്ലാതെ സർവ്വതും ശിവമയമായി സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എല്ലാത്തിലും ശിവഭഗവാന് നന്ദിയും മഹത്വവും ഭഗവാനെ പറയുകയാണ് ഞാൻ. ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പം വീഡിയോ മുഴുവൻ കാണുക. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, വാട്സപ്പിൽ ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതാണ് നോക്കുന്നത്. അപ്പം അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. ഞാൻ ഫ്രീ ആകാറില്ല, അങ്ങനെ ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. അല്ലാത്തപ്പം ഞാൻ ക്രിയായോഗ അല്ലെങ്കിൽ ശിവവിദ്യ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഫ്രീ ആകാറില്ല. മിക്കവാറും എനിക്ക് എപ്പോഴും വർക്കുകളുണ്ട്. അതിങ്ങനെ ബുക്കിങ്ങുകൾ വന്നുകൊണ്ടേയിരിക്കും. ചെയ്തവർ തന്നെ അവരുടെ കെയർ ഓഫിൽ തന്നെ വരുന്നത് നോക്കി കൊടുക്കാൻ സമയം കിട്ടാറില്ല, സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടുക. എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് ഞാൻ മറുപടി കൊടുക്കും. അപ്പോൾ ഇതാണ് സാഹചര്യം. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല, നമ്മളൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ തന്നെ സമയത്തിന് തീരുന്നില്ല, സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇത്രയൊക്കെ എല്ലാ വീഡിയോ പറഞ്ഞിട്ടും ഇന്ന് ഒരു 11:30ക്കും 12 മണിക്കും ഇടയ്ക്ക് 86 മിസ് കോള്, പിന്നെ 1 മണിക്ക് 1:30ക്കും ഇടയ്ക്കാണെന്ന് തോന്നുന്നു, പിന്നെ 88-89 മിസ് കോള്, 8-9. ഇതൊക്കെ പറഞ്ഞിട്ടും ആളുകൾ ചിലർ വിളിക്കും. ഞാൻ പറയുന്നുണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. വാട്സപ്പ് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇടുക. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, എൻ്റെ ഭാഗം ഞാൻ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. അത് കേട്ടിട്ടും വിളിക്കുന്നവരുണ്ട്. ഞാൻ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് മിസ് കോളായിട്ട് കിടക്കുന്നത്. കാരണം എനിക്കും എൻ്റേതായ വർക്കുകളുണ്ട്, നോക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്, അവരുടെ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, ഓർത്ത് നോക്കിയേ. അപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും പറ്റത്തില്ലെങ്കിലും പറ്റുന്ന അത്ര ആളുകൾക്ക് റിപ്ലൈ കൊടുക്കും. ശിവോഹം. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അതായത് ശ്രദ്ധിച്ച് കേട്ടോണോ, ഇതൊക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് ഗുണമുണ്ടായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെ എൻ്റെ ജീവിതം നല്ല രീതിയിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിച്ച് കേട്ടോണം. അതേ അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്തോ അതുപോലെ തന്നെ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം, എല്ലാ മാസവും ഉണ്ട് കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം. ആ ദിവസം ഇനി എടുക്കുക. ആ ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ രഹസ്യം എന്താണ്? നമ്മുടെ ദേശദേവതയാണ്. ദേശദേവത കഴിഞ്ഞിട്ടേ എല്ലാം ഉള്ളൂ. കാരണം നമ്മൾ ആ ദേശത്താണ്, ആ ഭൂമിയിലാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളി എന്തുകൊണ്ടാണ് പറഞ്ഞത്? പെട്ടെന്ന് ബലം ഉണ്ടാകും, ഭദ്രകാളിക്ക് എതിരില്ല, എല്ലാം ഭദ്രകാളിയിലാണ് എല്ലാ രഹസ്യങ്ങളും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഭദ്രകാളി തന്നെ എന്ന് പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കാർത്തിക നക്ഷത്രത്തിനന്ന് രാവിലെ ഒരു 6-നും 6:30ക്കും ഇടയ്ക്കാണ് ഏറ്റവും നല്ലതാണ്. കാരണം ആ സമയം ഒരു 6:15, 6:10 സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. സൂര്യോദയത്തിന് മുമ്പുള്ള സമയം ഏറ്റവും ബഹുവിശേഷമാണ്. കാരണം ആ ഉണർവിലേക്ക് വരികയാണ് സൂര്യോദയം. പ്രകൃതി ഉണരുകയാണ്. അപ്പോൾ ആ സൂര്യൻ്റെ ആ ചൈതന്യം ഭൂമിയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങൾ വളരെ പവർഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള ഒരു 6 മണി, അല്ലെങ്കിൽ 6:15, അല്ലെങ്കിൽ 6:10, അല്ലെങ്കിൽ 6:05 ഒക്കെയാണ് നല്ല സമയമാണ്. ആ സമയത്ത് ക്ഷേത്രത്തിൽ പോവുക. അപ്പോൾ സമയം മനസ്സിലായി, ദിവസം മനസ്സിലായി, എന്തുകൊണ്ടാണ് ആ ദിവസം തിരഞ്ഞെടുത്തതെന്ന് മനസ്സിലായി, എന്തുകൊണ്ടാണ് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം പറഞ്ഞതെന്ന് മനസ്സിലായി. ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റ് വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞത്, ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞത്. സംശയത്തിൻ്റെ കാര്യമൊന്നും ഇല്ലാത്തില്ല, വളരെ ക്ലിയറായിട്ടാണ്. എന്തുകൊണ്ട്, എന്തിനു വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഭദ്രകാളിക്ക് ഞാനീ പറയുന്ന വഴിപാടുകൾ ചെയ്യണം. കടുംബായുസത്തിന് രസീത് എടുക്കുക. എന്തുകൊണ്ടാണ് ഭദ്രകാളിക്ക് കടുംബായുസം ചെയ്യണമെന്ന് പറഞ്ഞത്? ഏതു ദേവതയും പെട്ടെന്ന് പ്രീതിപ്പെടണമെങ്കിൽ ആ ദേവതയുടെ ഇഷ്ടനിവേദ്യം സമർപ്പിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഭദ്രകാളിക്ക് കടുംബായുസം. ഇനി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടെ രസീത് എടുക്കുക.
അതിൻ്റെ കൂടെ ഒരു കുങ്കുമാർച്ചനയ്ക്ക് കൂടെ രസീത് എടുക്കുക. അപ്പോൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിക്ക് എന്തിനാണ് രസീത് എടുത്ത്? ഭദ്രകാളിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഈ കാർത്തിക നാളിൽ നിന്ന് സമർപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും, ഭാഗ്യം വർദ്ധിക്കും. ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് പലരും രക്ഷപ്പെടാത്ത, കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു ഘടകമാണ്. നമ്മൾ എത്ര തന്നെ ഒരു കഴിവുണ്ടെങ്കിലും ഭാഗ്യം വേണം ജീവിതത്തിൽ വിജയിക്കാൻ. ഇപ്പം നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പോകുന്നു. ഈ പരീക്ഷയ്ക്ക് പോകുന്നത് ശരിക്കും അന്ന് പരീക്ഷയ്ക്ക് വരുന്ന ആ കാര്യം അത് കൃത്യമായിട്ട് പഠിച്ചവരും അതാ സമയത്ത് ഓർമ്മ വന്നത് എഴുതാൻ പറ്റുന്നവരാണ് പരീക്ഷ വിജയിക്കുന്നത്. പക്ഷേ എല്ലാ കാര്യവും ചിലപ്പം അന്ന് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ആ കാര്യം മാത്രം അറിയത്തില്ല, ബാക്കിയെല്ലാം പഠിച്ചവർ കാണും. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വന്ന കാര്യം പഠിച്ചവർ തന്നെയാണെങ്കിലും അത് ശരിയായിട്ട് എഴുതാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ മറന്നു പോവുക, ശരിക്കും പെർഫോമൻസ് ചെയ്യാൻ പറ്റുക. ഇവിടെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. എല്ലാത്തിലും ഉണ്ട് ആ ഭാഗ്യം. ഒരു തൊഴിലിലായിക്കോട്ടെ, ഒന്നും വേണ്ട, ഇപ്പം ഈ ഗുരുക്കന്മാരുടെ നിന്ന് വിദ്യകൾ കിട്ടുന്നതിൽ പോലും ഭാഗ്യമുണ്ട്. ഭാഗ്യമുള്ളവർക്കാണത്. ഈ ഭാഗ്യം എന്നൊരു ഘടകം ഏതിലുമുണ്ട്. ഭാഗ്യവും ഈശ്വരാധീനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനെ കോയിൻസിഡൻസ് എന്നോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വിവരിച്ചാലും ഭാഗ്യം എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. കാരണം എത്രയോ ആളുകളുടെ ഇടയിൽ നമ്മൾക്കൊരാൾക്ക് ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ അവിടെ ഭാഗ്യം എന്നൊരു ഫാക്ടർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ പറഞ്ഞാലും അപ്പം ഭാഗ്യം വർദ്ധിക്കാൻ വേണ്ടിയാണ് ഭദ്രകാളി അമ്മയ്ക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയാണ് ഞാൻ പറഞ്ഞത്. പുഷ്പങ്ങൾ കൊണ്ട് കൂടുതൽ സമർപ്പിക്കുമ്പോൾ കൂടുതൽ ഒരു പെട്ടെന്ന് ബലം ഉണ്ടാകുന്നുള്ള അർച്ചനയാണേലും കുഴപ്പമൊന്നുമില്ല. ആ പുഷ്പങ്ങൾ കൂടുതലായിട്ട് സമർപ്പിക്കുമ്പോൾ പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബലം കൂടും. ഇനി അർച്ചനയാണേലും കുഴപ്പമില്ല. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഭാഗ്യസൂക്ത അർച്ചന. അപ്പം കടുംബായുസത്തിന് രസീത് എടുക്കുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിക്ക് രസീത് എടുക്കുക. അതിൻ്റെ കൂടെ കുങ്കുമാർച്ചനയ്ക്ക് രസീത് എടുക്കണം. എന്തിനാണ് കുങ്കുമാർച്ചനയ്ക്ക് രസീത് എടുക്കുന്നത്? കുങ്കുമാർച്ചന ഏതാവശ്യത്തിനാണോ നടത്തുന്നത്, വിവാഹക്കാര്യം നടക്കുന്നവർക്ക് നല്ലതാണ്. വിവാഹ തടസ്സം മാറാൻ, ഇപ്പം എല്ലാവരും ഇത് ഞാൻ പറഞ്ഞ വിവാഹ തടസ്സം മാറാനല്ല, സാമ്പത്തികം ഉണ്ടാകാനാണ്, ജീവിതം രക്ഷപ്പെടാനാണ്. ആ കാര്യം പ്രാർത്ഥിച്ച് കുങ്കുമാർച്ചന നടത്തിയാൽ ആ കാര്യം നടക്കും. അല്ലാതെ കുങ്കുമാർച്ചനയ്ക്ക് ഇന്ന കാര്യമെന്ന് പ്രത്യേകമില്ല. നിങ്ങൾ എന്താവശ്യപ്പെടുന്നോ കുങ്കുമാർച്ചന ദേവിക്ക് സമർപ്പിച്ച് നിങ്ങൾ എന്താവശ്യപ്പെടുന്നോ ആ കാര്യം ഭദ്രകാളിയമ്മ നിറവേറ്റിത്തരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ സാമ്പത്തികം പറയാം, കുങ്കുമാർച്ചനയ്ക്ക് രസീത് എടുക്കുക. പിന്നെ കുങ്കുമാർച്ചനയ്ക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ശാപദോഷങ്ങൾ ഒക്കെ മാറ്റാൻ കുങ്കുമാർച്ചനയ്ക്ക് ശക്തിയുണ്ട്. അപ്പോൾ കുങ്കുമാർച്ചനയ്ക്ക് രസീത് എടുക്കുക. അതിനുശേഷം ഈ 3 രസീത് കൂടെ കൂട്ടിപ്പിടിച്ച് ഒരു നെയ്വിളക്കൂടെ അതിൻ്റെ കൂടെ കൂട്ടിപ്പിടിച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് ശേഷം ഇത് നടക്കി വെക്കുക. നെയ്വിളക്ക് കത്തിച്ച് വെക്കണം. മറ്റേത് എല്ലാം കൂടെ ബാക്കി 3 രസീത് നടക്കി വെക്കുക, നെയ്വിളക്ക് കത്തിച്ച് വെക്കുക. ഭദ്രകാളി അമ്മയോട് കരഞ്ഞ് അപേക്ഷിക്കണം. സാമ്പത്തികം നൽകണേ, എനിക്കൊരു ജീവിതമാർഗം നൽകണേ. നിങ്ങളുടെ അപേക്ഷ പോലിരിക്കും ഫലം വരുന്നത്. നിങ്ങൾ ഭദ്രകാളി അമ്മ തരട്ടെ എന്ന രീതിയിൽ പറയുന്നെങ്കിൽ ചിലപ്പോൾ താമസിക്കും. എനിക്ക് അമ്മയെ തന്നേ പറ്റൂ, എനിക്കൊരു ആശ്രയമില്ല, എനിക്കൊരു ജീവിതമാർഗം നൽകണം, സാമ്പത്തികം നൽകണം എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അമ്മ അതപ്പം തന്നെ ഫലമായി തരും. ഭദ്രകാളി അമ്മയ്ക്ക് ഒരു രഹസ്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഭദ്രകാളി അമ്മയ്ക്ക് എത്ര ദുഷ്ടനായിക്കോട്ടെ നല്ലവനായിക്കോട്ടെ അമ്മയ്ക്ക് പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്താൽ അമ്മ ആ ഭക്തൻ്റെ കാര്യം സാധിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് പല മാന്ത്രികന്മാരായിക്കോട്ടെ പല ഉപാസകന്മാരായിക്കോട്ടെ ഭദ്രകാളി അമ്മയെ കൂടുതലായിട്ട് ഉപാസിക്കുന്നതിൻ്റെ കാര്യം. അമ്മയ്ക്ക് എതിരില്ല. ഭക്തൻ അവനെ ആരും ആയിക്കോട്ടെ അമ്മയ്ക്ക് ചില കാര്യങ്ങൾ സമർപ്പിച്ച് അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഞാൻ നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള നിവേദ്യം അല്ലെങ്കിൽ ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ സമർപ്പിച്ചിട്ട് അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അമ്മ അത് നടത്തി കൊടുക്കും. അമ്മയ്ക്ക് ഒരു തടസ്സവും ഇല്ല, അമ്മയ്ക്കൊരു പ്രശ്നവും ഇല്ല, അമ്മയുടെ മുന്നിൽ ഒരു തടസ്സവും ഇല്ല. അങ്ങനെ ഭദ്രകാളി അമ്മയ്ക്കൊരു രഹസ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി അമ്മയോട് നിങ്ങൾ ആവശ്യപ്പെടണം. ഭദ്രകാളി അമ്മയോടും ശിവനോടും ആവശ്യപ്പെടണം. ആവശ്യപ്പെടുമ്പോഴാണ് തരുന്നത്. അല്ലേ ഭഗവാൻ അറിയാമല്ലോ അല്ലെ ദേവിക്ക് അറിയാമല്ലോ എന്നല്ല, നമ്മുടെ ചില പ്രത്യേക കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക തന്നെ വേണം. പിന്നെ ചില പ്രത്യേക മന്ത്രങ്ങൾ ശിവൻ്റെ ജപിച്ചാൽ ആവശ്യപ്പെടാതെ തന്നെ കാര്യങ്ങൾ നടക്കും. അത് വേറെ ഒരു വഴി. ഇപ്പോൾ ഇത് ഞാൻ പറയുന്നത് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ തിരിച്ചു പിടിക്കാനും ജീവിതത്തിൽ ഒരിക്കലും ഒരു തകർച്ച ഉണ്ടാകാതെ തന്നെ ഉയർച്ചയിലേക്ക് എന്നും സമ്പത്തും ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുക, അമ്മ എനിക്കൊരു ജീവിതമാർഗം നൽകണേ, സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ എന്നുകൂടി പ്രാർത്ഥിക്കണം.
എന്നെ എൻ്റെ കുടുംബത്തെ എന്നും കൂടെ പറയുമ്പോഴാണ് കുടുംബദോഷം മാറും. ഇത്രയും നടക്കി വെക്കുക. വെച്ച് കഴിഞ്ഞ് തിരുമേനിയോട് പറയുക, ഭദ്രകാളിയമ്മയ്ക്ക് ശ്രീകോവിലിനുള്ളിൽ ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാൻ പറയുക. പെട്ടെന്ന് ജീവിതം മാറാൻ വേണ്ടിയാണ്. നാളും പേരും പറഞ്ഞു തിരുമേനിക്കൊരു ദക്ഷിണയും കൂടെ കൊടുക്കുക, സന്തോഷമായിട്ട് കൊടുക്കുക. അതായത് നീതിപൂർവമായ ദക്ഷിണ കൊടുക്കണം. നിങ്ങൾക്കൊരു 10 രൂപ അല്ല നിങ്ങൾക്കൊരു 50 രൂപ നൽകുക, അല്ലെങ്കിൽ ഒരു 20 രൂപ കൊടുക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കണം. നിങ്ങൾക്കൊരു 50 രൂപ കൊടുക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ 5 രൂപ 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കർമ്മത്തിന് വേണ്ട ഫലം കിട്ടണമെന്നില്ല. ഞാൻ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് എന്ത് ഒരു കൊടുക്കാൻ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് സന്തോഷമായിട്ടൊരു നീതിപൂർവമായ ദക്ഷിണ ആ കർമ്മയ്ക്ക് കൊടുക്കുമ്പോഴാണ് അത് കർമ്മഫലം അതിന് ഫലമുണ്ടാകുന്നത്. പരീക്ഷിച്ച് നോക്കിക്കൂ. ഞാൻ പലർക്കും പറഞ്ഞു, അവരൊക്കെ ചിലപ്പം 50 രൂപ കൊടുക്കും. കാരണം അവർക്കൊക്കെ അതിൻ്റെ ഉയർച്ച ഉണ്ടാകാറുണ്ട്. അതിൻ്റെ എത്രയോ 10 ഇരട്ടി ഉയർച്ച. നമ്മൾക്ക് വേണ്ടി ഒരാളൊരു കർമ്മം ചെയ്യുമ്പം അവർക്ക് ഇപ്പം നിങ്ങൾക്ക് ഇനി 5 രൂപയ്ക്ക് നിവൃത്തിയുള്ളോ അല്ലെ 10 രൂപയ്ക്ക് സത്യസന്ധമായിട്ട് നിവൃത്തിയുള്ളോ അത് മതി. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്. ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ചില സാമ്പത്തികമുള്ളവരൊക്കെ 5 രൂപ 10 രൂപ ഇതൊക്കെ കൊടുക്കുന്നു. പക്ഷേ എന്നും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ്. നമ്മൾ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു സംഭാവന ചെയ്യുമ്പോഴാണേലും നമ്മളുടെ കഴിവിനൊത്തുള്ള ഈ ക്ഷേത്രത്തിലേക്ക് പുനരുദ്ധാരണത്തിനൊക്കെ വലിയ തുകകൾ കൊടുക്കുന്ന മണ്ടന്മാരാണെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? അല്ല, അവർക്ക് അതിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം അതിൻ്റെ അകത്തുണ്ട്. അത് നിങ്ങൾ അന്വേഷിക്കാത്തതുകൊണ്ടാണ്. അവരൊന്നും മണ്ടന്മാരായതുകൊണ്ടോ അവരൊന്നും അങ്ങനെ നിങ്ങൾ ആ ഒരു പിശുക്കില്ലാതെ കൊടുക്കുന്നതിന് അവർക്ക് അതിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ടാണ്. അവർക്ക് ഇരട്ടി തിരിച്ചു കിട്ടുന്നുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയോ. ക്ഷേത്രത്തിലേക്ക് ഉദാരമായിട്ട് സംഭാവന ചെയ്യുന്നവർക്കൊക്കെ പൈസ വരുന്നുണ്ട്. അതുകൊണ്ട് അവർ വീണ്ടും ചെയ്യുന്നവർ തന്നെ പുനരുദ്ധാരണത്തിനായിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്കില്ലാത്തടത്തൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ കഴിവിൻ്റെ അനുസരിച്ച് നീതിപൂർവമായ ഒരു ദക്ഷിണ തിരുമേനിക്ക് കൊടുക്കണം. അതിനെ മനസ്സിലായി. നിങ്ങൾക്കൊരു 10 രൂപ ഉള്ള പറ്റത്തുള്ള 10 രൂപ മതി. നിങ്ങളെ കൊണ്ട് 50 രൂപ കൊടുക്കാൻ നിവൃത്തി ഉണ്ടെങ്കിൽ 50 രൂപ കൊടുക്കണം. 100 രൂപ കൊടുക്കാൻ നിവൃത്തി ഉണ്ടെങ്കിൽ 100 രൂപ കൊടുക്കുക. അവിടെ ജീവിതം മാറും. കാരണം ഈ നിങ്ങളുടെ അങ്ങനെ കൊടുക്കാനുള്ള ഒരു മനസ്സ് അത് ഉണ്ടായിക്കഴിയുമ്പോൾ തന്നെ പൈസയുടെ ഫ്ലോ നിങ്ങളിലേക്ക് ഉണ്ടാകും. ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കോ. ഇങ്ങനെ ഉദാരമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ സാമ്പത്തികം വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ധാരാളം ആളുകളെ അറിയാം. ബിസിനസ്സുകാരുണ്ട്, ചില ഡോക്ടർമാരുണ്ട്, ക്ഷേത്രങ്ങളിൽ ചെന്നാൽ വാരിക്കോരിയാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്കറിയാം കേട്ടോ, ഒരുപാട് പേര്. അവർക്കൊക്കെ ഈശ്വരൻ അതുപോലെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അവരൊക്കെ അവർക്കൊക്കെ ആ രഹസ്യം അറിയാം. അതുകൊണ്ടാണ് പിശുക്കി കൊടുക്കുന്നവർക്കൊക്കെ എന്നും പ്രശ്നങ്ങളാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എനിക്കറിയാവുന്ന അനുഭവമുള്ള ഞാൻ കണ്ട ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ പറഞ്ഞത് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങളെക്കൊണ്ട് നിവർത്തി പോലെ നിങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു അറിവ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെക്കൊണ്ട് നീതിപൂർവമായൊരു ദക്ഷിണ കൊടുക്കണം. അത് ജീവിതത്തിൽ ഗുണം ചെയ്യും. നിങ്ങളെ രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. കടവും മാറും, എല്ലാം മാറും. അവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അതുപോലെ നിങ്ങൾക്ക് മനസ്സിൽ പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൊടുക്കരുത്. നിങ്ങൾക്ക് പൂർണ്ണ സന്തോഷം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് എത്രയാണേലും, ചെറുതാണേലും വലുതാണേലും, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ അറിവിന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. രക്ഷപ്പെടാനുള്ള അങ്ങനെ രക്ഷപ്പെട്ടവർക്ക് ചെയ്ത ചില കാര്യങ്ങളാണ്. ഇനിയും ഈ വൈകുന്ന പാടത്തേക്ക് രാവിലെ പോകുമ്പോഴേ ആ കാർത്തിക ദിവസം വന്ന് വൈകുന്ന പാടത്തേക്ക് അവിടെ ക്ഷേത്രത്തിൽ ഭഗവതി സേവയ്ക്ക് എഴുതിച്ചിട്ട് പോരുക, ബുക്ക് ചെയ്തിട്ട് പോരുക. 50 രൂപയ്ക്ക് ആകത്തുള്ളൂ. ഇത്രയും ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്താൽ നല്ലതാണ്. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ പറ്റുന്ന കാർത്തിക നാളിന് ചെയ്യുക. ഒരു കുപ്പി എണ്ണ കൊണ്ടുപോയി, നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ മേടിച്ച് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് ചുറ്റും വൈകിട്ട് ചുറ്റുവിളക്ക് തെളിയിച്ചിട്ട് പ്രാർത്ഥിക്കുക. അതുകൂടി ചെയ്താൽ പൂർണ്ണമായി ഭദ്രകാളി നിങ്ങളിൽ പ്രസാദിക്കും. പക്ഷേ ഇതൊക്കെ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ചെയ്യണം, പൂർണ്ണ തൃപ്തിയോടെ ചെയ്യണം, അമ്മയോടുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അമ്മയോട് നിങ്ങളുടെ കാര്യങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം മനസ്സുകൊണ്ട്. അവിടെ നിന്ന് കരയാനല്ല, മനസ്സുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാർത്തിക നാളിൽ ഒന്ന് ചെയ്തു നോക്കി. ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകണമെന്നില്ല. എന്നാൽ ചിലർക്ക് ഒരു തവണ ചെയ്തവർക്കും മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ഏത് കാര്യം അങ്ങനെയാണല്ലോ, കൂടുതൽ ആവർത്തിക്കുമ്പോഴാണല്ലോ ഫലമാകുന്നത്. ഇപ്പോൾ ഞാൻ ക്രിയായോഗ പഠിച്ചു. ഒരു തവണ ചെയ്തുകൊണ്ട് എനിക്ക് ക്രിയായോഗയുടെ അനുഭവം ഉണ്ടാകുമോ?
ഞാൻ റിപ്പീറ്റ് ഡു ആൻഡ് അഗെയിൻ അത് ചെയ്യുമ്പോഴാണ് ആ ക്രിയായോഗയുടെ അനുഭവം ഉണ്ടാകുന്നത്. ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും അനുഭവം ആവണമെന്നില്ല. അത് ക്രിയായോഗയുടെ കുറ്റം കൊണ്ടല്ല, അതിൻ്റെ ഏത് കാര്യവും കൂടുതൽ ആവർത്തിക്കുമ്പോഴാണ്. പറഞ്ഞ മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾ ഓം നമഃ ശിവായ ജപിക്കുന്നു, ഒരു തവണ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഭവം ഉണ്ടാകും? ഇല്ല. ഞാനൊക്കെ വർഷങ്ങളോളം ഓം നമഃ ശിവായ ജപിച്ച ശേഷമാണ് എനിക്ക് ശിവാനുഭവം ഉണ്ടായത്. എത്രയോ വർഷങ്ങളോളം നിരന്തരം ജപിച്ച ശേഷമാണ്. അപ്പം സാധിക്കുന്ന പോലെ വഴിപാടുകൾ ഈ പറഞ്ഞത് കാർത്തിക നാളൂറ് മാസത്തിൽ ഒന്ന് വീതം നിങ്ങൾ ആവർത്തിക്കണം. പക്ഷേ ഭദ്രകാളിയമ്മ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും, അതിനകത്ത് സംശയമൊന്നും വേണ്ട. ഞാൻ ഇതുപോലെ ഭദ്രകാളിയമ്മയ്ക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പറഞ്ഞു കൊടുത്താണ് UK പോയ ആ കുടുംബം രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് അവരെന്നെ കാണാൻ വന്നത്. ആദ്യം കാണാൻ വന്നത് എന്നെയാണ്, ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്താണ്. ഇതൊക്കെ കൃത്യം ചെയ്തവർക്ക് ഗുണമായ കാര്യങ്ങളാണ്, അല്ലാതുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. അപ്പോൾ ഇത് ശരിയായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങൾ ചെയ്യണമെന്നോ ചെയ്യേണ്ടതെന്നോ ഞാൻ പറയത്തില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതെൻ്റെ അനുഭവങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരിയായിട്ട് ചെയ്യാമെങ്കിൽ പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഞാൻ വഴികളാണ് പറഞ്ഞത്. ഇനിയും കടം മാറാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ പറഞ്ഞുതരാം. അതായത് വലിയ സാമ്പത്തിക ബാധ്യതയാണ്, വലിയ പ്രതിസന്ധികളാണ്. ശിവക്ഷേത്രത്തിൽ അടുപ്പിച്ച് 11 ദിവസം കുളിച്ച്, വീട്ടിൽ നിന്ന് കുളിച്ച് പോയാൽ മതി, കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ പോകണം. നിർമ്മാല്യം തൊഴുത ശേഷം ഭഗവാന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കും സമർപ്പിക്കുക. ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ശിവനോടും ഭദ്രകാളിയോടും മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് ഞാൻ രഹസ്യം എന്നറിയോ? എത്ര മനസ്സിൽ ഈ കുശുമ്പും ഉന്നായ്മയുള്ളവരാണേലും കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ആ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ശരിയായിട്ട് ആ ഈശ്വര എന്നുള്ള വിളി എന്ന് വരും. കരയുമ്പോഴൊരിക്കലും കുശുമ്പോ ഉന്നായ്മയോ അല്ലെങ്കിൽ വിദ്വേഷമോ ഒന്നും കരയുമ്പം വരത്തില്ല. കരയുമ്പോൾ നമ്മുടെ മനസ്സ് ഏറ്റവും ശുദ്ധമാണ്. കരയുമ്പോഴെപ്പോഴും മനസ്സ് ശുദ്ധമാണ്. അതുകൊണ്ടാണ് കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന കാര്യം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മുടെ മനസ്സിലെ കരയുമ്പോൾ മനസ്സ് ഏറ്റവും ശുദ്ധമാണ്. അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് കരഞ്ഞ് അപ്പം മനസ്സിലേക്ക് ആ വിളി പോകും. അങ്ങനെ വേണം ശിവനോടും ഭദ്രകാളിയോടും പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഇത് 11 ദിവസം അടുപ്പിച്ച് രാവിലെ നിർമ്മാല്യം കുളിച്ച ശേഷം കുളിച്ച് വീട്ടിൽ നിന്ന് കുളിച്ചാൽ മതി. പക്ഷേ ക്ഷേത്രത്തിലൊന്നും അങ്ങനെ നടക്കുന്ന കാര്യമല്ല. കുളിച്ച് വീട്ടിൽ നിന്ന് പോയിട്ട് നിർമ്മാല്യം തൊഴുത ശേഷം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്കും സമർപ്പിച്ച്, നെയ്വിളക്ക് കത്തിച്ച് വെക്കാവുന്നിടത്ത് കത്തിച്ച് വെക്കണം. ചില ക്ഷേത്രത്തിൽ അവരായിരിക്കും കത്തിക്കുന്നത്, പക്ഷേ പറ്റുന്നിടത്ത് കത്തിച്ച് വെക്കുക. അതിന് പ്രത്യേക ഫലമുണ്ട്. കരഞ്ഞ് ഭഗവാനോട് എനിക്ക് ജീവിതമാർഗം നൽകണേ, സാമ്പത്തികം നൽകണമെന്ന് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, ലയിച്ചു പ്രാർത്ഥിക്കുക. അവിടെ ആ ലയിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സംശയമില്ലാതെ വരും, സംശയം ഉണ്ടാകത്തില്ല. നമ്മൾ ലയിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, എനിക്ക് എങ്ങനെ അതിന് വഴിയൊന്നുമില്ലല്ലോ, എനിക്ക് എവിടെ നിന്ന് പൈസ വരാനാണ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അവിടെ സമർപ്പിച്ച ബാക്കി അവിടെ നോക്കിക്കോളും. വഴിയൊക്കെ ഭഗവാൻ ഉണ്ടാക്കിക്കോളും. അവിടെ ലോജിക്ക് പിന്നെ വേണ്ട. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അപ്പുറത്താണ്, എല്ലാ ലോജിക്കിനും അപ്പുറത്താണ്. വഴിയൊക്കെ ശിവനും ഭദ്രകാളിയും ഒക്കെ ഉണ്ടാക്കി വെക്കോളും. അതുകൊണ്ടാണ് അവരൊക്കെ ഈശ്വരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് സമർപ്പിച്ച് കഴിഞ്ഞ് പിന്നെ മറന്നേക്കണം. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അപ്പോഴാണ് അത് ബലം കിട്ടുന്നത്. ഇത് അടുപ്പിച്ച് വൈകുന്നപാടും ചെയ്യണം. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്കും 11 ദിവസം അടുപ്പിച്ച് നിർമ്മാല്യം തൊഴുത് രാവിലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കും ശിവക്ഷേത്രത്തിൽ, വൈകിട്ടും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കും ശിവക്ഷേത്രത്തിൽ. ഈ വൈകിട്ട് ചെയ്യുന്നതിനകത്ത് ഒരുപാട് പ്രാധാന്യമുണ്ട് കേട്ടോ. അത് വളരെ പെട്ടെന്ന് ഫലമുണ്ടാകും. ഇന്നും എനിക്ക് വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു, വൈകിട്ട് ഞാൻ പറഞ്ഞ പോലെ ശിവന് നെയ്വിളക്ക് തെളിയിച്ചവർക്ക് അവർക്ക് ജോലി ശരിയായി എന്നൊക്കെ പറഞ്ഞ് അത് അച്ചട്ടാ. പിന്നെ അടുപ്പിച്ച് 6 ദിവസം നെയ്വിളക്ക് വൈകിട്ട് ശിവന് ചെയ്തവർക്ക് അവർക്കൊരു കാര്യം നടന്നു. അതൊക്കെ നേരത്തെ പറഞ്ഞുള്ള കാര്യമാണ്. അതൊക്കെ പോട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെയ്യുക. 11 ദിവസം അടുപ്പിച്ച് ഈ പറഞ്ഞ പോലെ ശിവക്ഷേത്രത്തിൽ ചെയ്യുക. 1, ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലാണ് ചെയ്യുന്നതെങ്കിൽ. നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ യാന്ത്രികമായിട്ട് ചെയ്യുവാണെങ്കിൽ വെറുതെ സമയം കളയാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്യുവാണെങ്കിൽ ഭഗവാൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. അത് നിങ്ങളിലായിരിക്കുന്ന കാര്യം. ഞാൻ വഴി പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, ഞായറാഴ്ച ദിവസം അടുത്തുള്ള കൃഷ്ണഗിരി വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വൈകുന്നപാട് ഭഗവാന് ചുറ്റുവിളക്ക്, ശ്രീകോവിലിനെ ചുറ്റുവിളക്ക് തെളിയിച്ചിട്ട് എനിക്കൊരു ജീവിതമാർഗം നൽകണേ, സമ്പത്ത് നൽകണേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ ഉള്ള കുടുംബങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഭഗവാനൊരു മാർഗം കാണിച്ചു തരും.
അതൊരു അച്ചട്ടായ ഒരു കാര്യമാണ്. ഇത് ഒരു ഞായറാഴ്ച ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാര്യമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് പലതവണ ആവർത്തിച്ചവർക്കാണ് വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പലതവണ ചെയ്തവർക്ക്. അപ്പോൾ അത് ആവശ്യം പോലെ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, ആവശ്യമില്ല ചെയ്യണ്ട. ഞാൻ ആ വഴിയാണ് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് കടുംപായസം, അതുപോലെ ചെമ്പരത്തിമാലയോ അല്ലെ ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചനയോ സമർപ്പിക്കുക. പിന്നെ കുളമുള്ള ഭദ്രകാളി ക്ഷേത്രം തിരഞ്ഞെടുക്കുക, അവിടെ മലര് കൊണ്ട് മീനൂട്ട് ചെയ്യുക, അമ്മയ്ക്കൊരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും കൂടെ കൊടുക്കുക. ഇത് ചെയ്തവർക്കും സാമ്പത്തികം ഉണ്ടായതായി എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. 10 രൂപ തികച്ചെടുക്കാനില്ലാത്തവർക്കൊക്കെ അവരൊക്കെ ഇന്ന് വലിയ സാമ്പത്തിക ബിസിനസ്സുകാരൊക്കെ ആയിട്ടുള്ളവരെ എനിക്കറിയാം. അപ്പോൾ അത് വെള്ളിയാഴ്ച രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ ചെയ്യണം. ഒരു വെള്ളിയാഴ്ച ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല, ആവർത്തിക്കണം. ഭദ്രകാളി അമ്മയോട് സാമ്പത്തികം കരഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. കടുംപായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന. ഇത് വെള്ളിയാഴ്ച രാവിലെ ഒരു 6-നും 6:30 ഇടയ്ക്ക് ചെയ്താൽ നല്ലതാണ്. കുളമുള്ള ഭദ്രകാളി ക്ഷേത്രം തിരഞ്ഞെടുക്കണം, അവിടെ മലര് കൊണ്ട് മീനൂട്ടൂടെ ചെയ്യണം. വെറുതെ മീനിട്ട് കൊടുത്താൽ മതി. ഇത് വെള്ളിയാഴ്ചകൾ തോറും ആവർത്തിക്കണം. ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യണമെന്നല്ല, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഏതാണോ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. 1-2 കാര്യം അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ കാര്യമാണ്. ഈ കാര്യങ്ങൾ, കടബാധ്യതകളൊക്കെ മാറാനും പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഒരു സാമ്പത്തികമായ ഒരു ഉയർച്ച വരാനും ഉപകരിക്കുന്ന കാര്യമാണ്. പിന്നെ നിങ്ങളുടെ കുടുംബദേവത ക്ഷേത്രം അറിയാമെങ്കിൽ അവിടെ പോയി കുടുംബദേവതയ്ക്ക് നിങ്ങൾ ഒരു ഓട്ടുവിളക്ക് മേടിച്ച്, കടയിൽ നിന്ന് മേടിച്ച് 5 തിരിയിട്ട് നെയ്യ്, 5 ക്ഷേത്രത്തിൽ കിട്ടുന്നതല്ല, നമ്മൾ കടയിൽ നിന്ന് ഒരു ഓട്ടുവിളക്ക് മേടിച്ചുകൊണ്ട് പോയി 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച് എനിക്കൊരു സാമ്പത്തിക മാർഗം നൽകണേ എന്ന് പറഞ്ഞ് കുടുംബദേവതയ്ക്ക് ഒരു ചൊവ്വാഴ്ച ദിവസം ചൊവ്വ ഹോരയിൽ രാവിലെ ഒരു 6-നും 6:30 ഇടയ്ക്ക് നല്ലതാണ്, പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. അമ്മ രക്ഷപ്പെടുത്തു. പിന്നെ ഒരു ചുവന്ന പട്ടും ഒരു 10 രൂപയുടെ എള്ളെണ്ണയും കൂടെ രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് ഇതുപോലെ തന്നെ സാമ്പത്തികം പ്രാർത്ഥിച്ച് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ് വെച്ചാൽ എന്ത് കാര്യവും അമ്മ നടത്തിക്കൊടുത്ത അനുഭവമുണ്ട്. അതൊക്കെ നിങ്ങളുടെ വിശ്വാസവും സമർപ്പണവും പോലെ ഇരിക്കും. നല്ല വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ പല പല കാര്യങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. കടം മാറാനൊക്കെ അത് പറഞ്ഞ അമ്മ ഒരു വഴി കാണിച്ചു തരും. കുടുംബദേവത, ദേശദേവത, ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. പിന്നെ ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ കടബാധ്യതകൾ മാറുവാനും ജീവിതത്തിൽ പുതിയൊരു മാറ്റങ്ങൾ ഉണ്ടാകാനും ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇന്ന് ഞാൻ പുത്തങ്കാവലമ്പലത്തിൽ പോയപ്പം അവിടെ നമുക്കറിയാവുന്ന ഒരാൾ, പുള്ളിയുടെ കാലിന് വണ്ടിയെ കണ്ട് കയറി ചെറിയൊരു അപകടം പോലെ ഉണ്ടായി. അപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു മകം നക്ഷത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഈ മകം, പൂരം, അനിഴം, കേട്ട കുറച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട സമയമാണ്, പ്രത്യേകിച്ച് വാഹനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും കുറേ നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നല്ല, ചിലർക്കെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകാം. പിന്നെ വഴിപാടുകളും പറഞ്ഞിട്ടുണ്ട്, കൃത്യമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ്. ചിലർക്ക് കുഴപ്പമുണ്ടാകത്തില്ല, ചിലർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. ഏതായാലും വലിയ കുഴപ്പമൊന്നും വന്നില്ല. ഈ അതൊക്കെ കറക്റ്റ് കാര്യങ്ങളാണ്. അതിന് വഴിപാടുകളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏത് നക്ഷത്രമാണെന്ന് ഓർക്കുന്നില്ല, ഒരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്തായിരുന്നു. ഒരു നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ ഇതുപോലെ പറഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവരുടെ ജോലി പോയത്. ജോലി പോകാൻ സാധ്യതയുണ്ട്, ജോലി പിടിച്ചു നിൽക്കണം, ജോലി പോയാൽ പുതിയ ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് വരും എന്ന് പറഞ്ഞ് നക്ഷത്രഫലത്തിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ മെസ്സേജ് ചെയ്ത് ഇപ്പോഴും വാട്സപ്പിൽ കിടപ്പുണ്ട്. കൃത്യം അതുപോലെ തന്നെ ജോലി പോയി. അത് കഴിഞ്ഞ് ഞാനാ പറഞ്ഞ ശിവനെ നെയ്വിളക്ക് തെളിയിച്ചു തന്നെ പുതിയ ജോലി ശരിയായിരുന്നു. അപ്പോൾ നോക്കുക, അതൊക്കെ എത്രയൊരു കൃത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നല്ല കാര്യങ്ങളെല്ലാം നന്മ മാത്രമാണ്. അപ്പം ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ ഗുണമുണ്ടാകട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവശിവ ഇങ്കിലർ തീവണയാളർ. എനിക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസവും ശിവഭഗവാന് തുമ്പപ്പൂ
ഒരു 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 ഇത് നിറച്ചു തുമ്പപ്പൂ എനിക്കൊരു അമ്മ കൊണ്ടുത്തരും. എന്നുവെച്ചാൽ അവിടെ സമർപ്പിക്കാനുള്ള അതെല്ലാ ആഴ്ചയിലും ഒരു ദിവസം എനിക്ക് കിട്ടും. കാരണം ഈ തുമ്പപ്പൂ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം. തുമ്പപ്പൂ കിട്ടാൻ വലിയ പാടാണ്. ഇപ്പം എവിടെ ആണേലും ഇപ്പോൾ ഈ എല്ലായിടത്തും തുമ്പപ്പൂ അങ്ങനെ കിട്ടാൻ അപ്പോൾ അവരമ്മ അതെല്ലാം തുമ്പപ്പൂ അവരുടെ വീട്ടിലുണ്ട്, അതിനുവേണ്ടി വളർത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു മാസത്തിലോ ആഴ്ചയിലോ ഒരു ദിവസവും അത് തരുന്നുണ്ട്. എത്രയോ നാളായിട്ട് ഞാൻ ആ ശിവനെ സമർപ്പിക്കുന്നു. തുമ്പപ്പൂ ശിവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം എൻ്റെ മനസ്സിലും അകവും പുറവും എല്ലാം ആ ഭഗവാനേ ഉള്ളൂ. ആ ഭഗവാൻ തന്നെ എനിക്ക് അതിനൊരു ഭാഗ്യം നൽകിയിരിക്കുന്നതാണ്. ഇന്നും ഞാൻ ആ തുമ്പപ്പൂ ശിവശിവ എങ്കിലർ തീവണയാള്, ശിവശിവ എൻറിട തീവണയെ മാലും, ശിവശിവ എൻറിട തേവരും ആവർ, ശിവശിവ എന്ന ശിവഗതി താന്. ഇത് പ്രാർത്ഥിച്ച് എൻ്റെ ശിരസ് നമിച്ച് ഞാൻ ഇന്നും തുമ്പപ്പൂ ഭഗവാന് നടക്കി വെച്ചു. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എനിക്കതിന് പറ്റുന്നുണ്ട്. ഭഗവാന്റെ എന്തൊരു ഒരു 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 കാരുണ്യമാണ്, അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ച് നോക്കുക. എത്ര മനോഹരമാണത്. അത് എത്രയോ നാളായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഭഗവാനോട് നന്ദി പറയും. കാരണം തുമ്പപ്പൂ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും ശിവന് പ്രിയപ്പെട്ടതാണ് തുമ്പപ്പൂ. തുമ്പപ്പൂ കൊടുത്ത് ഭഗവാനോട് എന്ത് കാര്യം അപേക്ഷിച്ചാലും അത് നടക്കുമെന്നുള്ളതാണ്. ഞാനൊന്നും അപേക്ഷിക്കാറില്ല. കാരണം എല്ലാം ഭഗവാൻ തന്നെയാണ്, എല്ലാം ഭഗവാൻ തന്നെ സമർപ്പിച്ച് വെക്കുകയാണ്. അവിടെ ഒരു ആവശ്യങ്ങളും ഞാൻ പറയാറില്ല. ഒന്നും ഞാനൊരു ക്ഷേത്രത്തിൽ പോയാലും ഒന്നും എൻ്റെ ആവശ്യങ്ങളൊന്നും പറയാറില്ല. പിന്നെ വാർത്തയിൽ ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിപ്പോയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഈ ന്യൂസൊക്കെ കണ്ട് അവർക്ക് വേണ്ടി ചിലപ്പം വല്ലപ്പോഴും ജെനുവിനായിട്ട് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാതെ എനിക്ക് വേണ്ടി ഞാനൊന്നും ആവശ്യപ്പെടാറില്ല. പണ്ട് ഈ ന്യൂസ് ടി വിക്കകത്തൊരു ന്യൂസ് കണ്ട് സൊമാലിയയിൽ കടക്കൊള്ളക്കാർ ഈ ഷിപ്പിലുള്ളവരെ പിടിച്ചു വെച്ചു. അന്നൊക്കെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചെയ്തു. അവരൊക്കെ റിലീസാവുകയും ചെയ്തു. അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല, അവരുടെ പ്രാർത്ഥനയും അവരുടെ കർമ്മവും ഒക്കെ അതിനകത്തുണ്ട്. പക്ഷേ നമ്മുടെ ഭാഗമായിട്ടൊരു പ്രാർത്ഥന അങ്ങനെ ചില ന്യൂസ് കാണുമ്പോൾ ചില ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചില അസുഖമുള്ളവർക്ക് വേണ്ടി ഒക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ ഒന്നും പ്രാർത്ഥിക്കാറില്ല. മിക്കവാറും ആ പ്രാർത്ഥനകളല്ല, ആ മൗനമാണ് മുഴുവൻ ഭഗവാനെ ഞാൻ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഫലമുണ്ടാകട്ടെ. നല്ല നല്ല കാര്യങ്ങളാണ്, പുതിയ പുതിയ കാര്യങ്ങളും ഞാൻ നടന്നു വന്ന വഴികളും ഞാൻ നടന്നു പോകുന്ന വഴികളും ആ കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യും. പിന്നെ ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഗുരുക്കന്മാരുടെ സമാധി സ്ഥലത്ത് പോയി കുറച്ച് നെയ്യ് അവിടെ സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കുക, ഒരു ദക്ഷിണ അവിടെ സമർപ്പിക്കുക. ഒരു 101 രൂപയോ 501 രൂപയോ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളെ ഉള്ള പോലെ ചെയ്യുക. അത് ചെയ്തവർക്കൊക്കെ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാനൊരു രഹസ്യം പറഞ്ഞു തന്നേ ഉള്ളൂ. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു കടയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, സ്വന്തമായിട്ട് ബിസിനസ്സുകളെ സ്വന്തമായിട്ട് ഏതെങ്കിലും തൊഴിലുകൾ ചെയ്യാൻ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പറ്റും. ഗുരുക്കന്മാരുടെ സമാധി സ്ഥലങ്ങൾ, അതായത് ഈ അവധൂതന്മാരായിട്ടുള്ള ഗുരുക്കന്മാരുടെ അവിടെ വ്യാഴാഴ്ച പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ ടിൻ നെയ്യ് അവിടെ തുറന്ന് ഡപ്പി തുറന്ന് പൊട്ടിച്ച് വെക്കണം. എന്നിട്ട് അത് അകത്ത് ഒഴിച്ച് കത്തിക്കാൻ പറയണം. എന്നിട്ട് നിങ്ങൾ ഒരു നെയ്വിളക്ക് നിങ്ങൾക്ക് വേണേൽ കത്തിച്ച് വെക്കാം, അല്ലെങ്കിൽ നെയ്യ് സമർപ്പിച്ചാലും മതി. നിങ്ങളൊരു ദക്ഷിണയും കൂടെ സമർപ്പിക്കണം. 100 രൂപയോ 501 രൂപയോ നിങ്ങളുടെ ഇഷ്ടമാണ്. അവിടെ എത്ര സമർപ്പിച്ചാലും അതിന് കണക്ക് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ സമർപ്പണം അവിടെ കണക്ക് നോക്കരുത്. നിങ്ങൾക്ക് പറ്റുന്നത് എന്താണോ അത് സമർപ്പിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജീവിതമാർഗം ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായി വരും. എന്നും കുന്നും ഒരാളുടെ കീഴിൽ നിൽക്കുക, എന്നും കുന്നും ദാരിദ്ര്യത്തിൽ പോരുക, ജീവിതത്തിൽ ഉയർച്ചയില്ലാതെ ഒരു കടയിൽ തന്നെ ഒരു സ്ഥാപനത്തിൽ തന്നെ ജീവിതം മുഴുവൻ നിന്ന് തീർക്കുക. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു അപചയങ്ങളാണ്, ഒരു കർമ്മദോഷങ്ങളാണ്. സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യുക, സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുമ്പം ജീവിതത്തിൽ വലിയ മാറ്റം വരും. നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. അപ്പോൾ അതൊരു ഈശ്വരൻ്റെ അനുഗ്രഹം, ഗുരുവിൻ്റെ അനുഗ്രഹം, ഇതൊക്കെ വളരെ പ്രയോജനം ചെയ്യും. ഞാനിത് കണ്ടിട്ടുണ്ട്. ഈ ഗുരുക്കന്മാർക്ക് ഇതുപോലെ സമർപ്പിച്ചവരൊക്കെ സ്വന്തം തൊഴിലിലേക്ക് വരുന്നത് നിരവധി ആളുകളുടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ രസകരമായ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ജ്യോതിഷമല്ലേ
നക്ഷത്രം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നാള് കാണാൻ പഠിച്ച് പറയുന്ന മാത്രമല്ല, ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വേണം നിങ്ങൾക്കൊരു ഇതിനു വേണ്ടി പറഞ്ഞുതരാം. ഇപ്പം ക്ഷേത്രവുമായിട്ട് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ ഇതുപോലെ അവധൂത സമാധികളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നവർ, അല്ലെങ്കിൽ സത്യാന്വേഷണത്തിന് വേണ്ടി നടക്കുന്നവർ, അവരുടെയൊക്കെ ഗ്രഹനില എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും അങ്ങനെ ആയിരിക്കണമെന്നില്ല, എങ്കിലും കൂടുതലായിട്ട് പലരുടെയും ഗ്രഹനില ഞാനീ പറയുന്ന കാര്യം ചിലപ്പോൾ ശരിയായിട്ട് വരുന്നത് കാണാം. സൂര്യൻ ധനു, മകരം, കുംഭം, മീനം, ഈ 4 രാശികളിൽ ഏതെങ്കിലും ഒരു രാശിയിലാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതായത് ക്ഷേത്രവുമായിട്ട് ഒരുപാട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നവർ, സത്യാന്വേഷികൾ, പിന്നെ ഈ ഗുരുക്കന്മാരുടെ അവധൂത സമാധികളിലും അങ്ങനെയൊക്കെ പോയി ധ്യാനിക്കുന്നവർ, സത്യവിദ്യ അന്വേഷിക്കുന്നവർ, ആത്മവിദ്യ ചെയ്യുന്നവർ, ഇവരുടെയൊക്കെ ഗ്രഹനിലകളിൽ സൂര്യൻ ധനു, മകരം, കുംഭം, മീനം ഈ രാശികളിൽ ഒന്നി വരാൻ സാധ്യത വളരെ 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 കൂടുതലാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അതിന് അർത്ഥമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ജ്യോതിഷമൊക്കെ എത്ര കൃത്യമാണ്. അതാണ് ശരിക്കും. അല്ലാതെ കുറച്ച് നാൾ കാണാൻ പഠിച്ചു പറയുകയോ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുകയോ ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങളല്ല അല്ലെ അതുപോലുള്ള കാര്യങ്ങൾ പുറകെ പോവുകയോ ചുമ്മാ ഒരു 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 കാര്യങ്ങൾ പറയുകയോ ഒന്നുമല്ല. മനുഷ്യന് പ്രയോജനമുള്ള പല കാര്യങ്ങളും, അത് ഹസ്തരേഖയിൽ നിന്നായിക്കോട്ടെ, സംഖ്യാജ്യോതിഷത്തിൽ നിന്നായിക്കോട്ടെ. സംഖ്യാജ്യോതിഷം ഞാൻ പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന കാര്യമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 6, 15, 24 ഈ തീയതികളിൽ ജനിച്ചവർ 8, 17, 26 ഈ തീയതികൾ ഏതൊരു നല്ല കാര്യത്തിന് ഒഴിവാക്കണം. നല്ലതാണ്. ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പം നിങ്ങൾ 6, 15, 24 ഈ തീയതികളിൽ ഏത് മാസവും ആയിക്കോട്ടെ ഈ തീയതികളിൽ ജനിച്ച ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു കട തുടങ്ങുന്നെന്ന് വിചാരിക്കുക. അതൊരു 8-ാം തീയതി ആണെങ്കിൽ തട്ടിയും മുട്ടിയും വർഷങ്ങളോളം പോകും. ഒരു ഉയർച്ച ഉണ്ടാകാൻ തടസ്സക്കുറവാണ്. അത് 8, 17, 26 തീയതി ഒഴിവാക്കണം. ഞാനങ്ങനെ പറഞ്ഞ് കൃത്യമായിട്ട് ഡേറ്റ് കൊടുത്തവർ 6, 15, 24 അല്ലെങ്കിൽ 3, 12, 21, 30 ഇനി ഒന്നും അല്ലെങ്കിലും 13, 4, 22 ഈ തീയതികളൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു ബൂം ഉണ്ടാകും, ഒരു ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും. ഇത് കൃത്യമാണ്. അതാണ് സംഖ്യാജ്യോതിഷം. അതുപോലെ കൈരേഖകളെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല, എത്ര ദിവസം ഇരുന്നാലും. അതുപോലെ അനുഭവങ്ങളുണ്ട് കൈരേഖയിൽ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ നല്ല അധ്യാപകന്മാരുണ്ട്, അവരുടെ കയ്യെ നോക്കണം. ഞാനീ പറയുന്ന ഒരു കാര്യം, ഇപ്പം ഇത് ബുദ്ധിരേഖയാണെന്ന് വിചാരിക്കുക. ഉണ്ടല്ലോ, ഇത് ബുദ്ധിരേഖയാണ്. മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇപ്പം എന്താ, ഇത് ബുദ്ധിരേഖയാണ്. ഇത് ബുദ്ധിരേഖയാണ്. ഇവിടുന്ന് കണ്ട് ഇങ്ങനെ ഒരു ശാഖ മുകളിലോട്ടോ വല്ലതും പോവുക. ഈ ബുദ്ധിരേഖയെന്ന് ഉണ്ടല്ലോ, ഈ ബുദ്ധിരേഖയെന്ന് ഒരു ശാഖ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനി ഇതിനകത്തൊക്കെ എത്രമാത്രം കൃത്യത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകിൽ അധ്യാപകൻ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രയോജനപ്പെടുത്താവുന്ന മേഖല എന്ന് വെച്ചാൽ ഒരു LIC ഏജൻറ്റ്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, അല്ലെങ്കിൽ ഈ മീഡിയാസിൽ ഈ ജേർണലിസം, പത്രപ്രവർത്തനം ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു രേഖയുള്ളവരിൽ നല്ല രീതിയിലുള്ളവർ പലരും ഈ മേഖലകളിലൊക്കെ വളരെ കഴിവുള്ളവരായിട്ട് കാണാം. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നതിന് അർത്ഥമില്ല. ഈ ഒരു രേഖ ഇങ്ങനെയുള്ളവർക്ക് ഈ കഴിവുകളാണ് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. അങ്ങനെ ആ മേഖലയിലുള്ളവർ പലരും, ഈ രേഖയുള്ളവർ വളരെ കഴിവ് അവർ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. ഇപ്പം ഇങ്ങനെ രേഖയുള്ളവരത്തിനെ പിടിച്ച് ഈ ഷെഫാക്കി എങ്ങനെ ഇരിക്കും? ജോലി ചെയ്യും, അവൻ ശമ്പളവും കിട്ടും, പക്ഷെ അവൻ്റെ കഴിവ് വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ആ കഴിവിനനുസരിച്ച് ഒരു മേഖല തിരഞ്ഞെടുക്കുമ്പോഴാണ് ജീവിതത്തിൽ ഗുണമുണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ ഒരു രേഖ കണ്ടു കഴിഞ്ഞാൽ ഈ മേഖലകളൊക്കെ വളരെ നല്ലതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രയോജനപ്പെടുത്താവുന്ന. ഇനി ഞാൻ വേറൊരു രഹസ്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ ചെക്ക് ചെയ്താൽ മതി, ആരോടും പറയുകയോ ഒന്നും ചെയ്യണ്ട, സ്വയം നിരീക്ഷിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ ഇവിടെ ഇത് ബുദ്ധിരേഖയാണ്. ഈ ബുദ്ധിരേഖയിൽ ഇതിപ്പോൾ ഞാൻ ബുദ്ധിരേഖയുടെ ഈ അവസാന ഭാഗത്താണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു മധ്യത്തിലായിട്ടോ അതിന് മുമ്പായിട്ടോ ഇങ്ങനെ മേലോട്ടൊരു രേഖ ഇങ്ങനെ ഒരു ശാഖ പോകുന്നുണ്ടെങ്കിൽ, ഈ ബുദ്ധിരേഖയെന്ന് ഒരു മധ്യഭാഗത്ത് കണ്ട് ഇങ്ങനെ 2 ശാഖയായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ബസയിലൊക്കെ ഈ ബുക്കുകളൊക്കെ വിൽക്കുന്നവരുണ്ടല്ലോ,
10 രൂപയുടെ ബുക്ക്, അല്ലെങ്കിൽ ഈ എന്തുവാ നമ്മുടെ പേനയൊക്കെ കൊണ്ടുനടന്ന് ബസ്സേ കൊണ്ടുനടന്ന് വിൽക്കുന്നവർ, പിന്നെ ഓരോ കാര്യങ്ങൾ ബസ്സിൽ ഇങ്ങനെ കൊണ്ടുനടന്ന് കൈ തൂക്കിയിട്ട് വിൽക്കുള്ളൂ, അങ്ങനെയുള്ള ചിലർ കൈ നോക്കിയോ. അപ്പം അവർക്ക് പക്ഷേ ഈശ്വരൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്തിനാ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. പക്ഷെ അത് വേറൊരു രീതിയിലാണ്. ഇത് കൈയുടെ ഈ മധ്യഭാഗം കൊണ്ടാണ് ഈ ശാഖ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് കഴിവുണ്ട്, പക്ഷേ അവനെ ചെറിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കും അത് പ്രയോജനപ്പെടുത്തുന്നത്. അന്നത്തേക്കുള്ള സാമ്പത്തികത്തിന് വേണ്ടിയായിരിക്കും. എന്നാൽ കൈയുടെ ഒരു അവസാനമായിട്ട് ഈ ശാഖ കാണുകയാണെങ്കിൽ അവനെ അത് ഈ ചന്ദ്രമണ്ഡലത്തിലേക്ക് വരും. അവനത് പ്രയോജനപ്പെടുത്തുന്ന ഒരു ദീർഘമായ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയൊക്കെയായിരിക്കും. എന്ന് വെച്ചാൽ ആ ചെറിയ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരു മികച്ച ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും അവൻ ആ കാര്യം ഉപയോഗപ്പെടുത്തുന്നത്. രണ്ടും രണ്ട് തരത്തിലുള്ള ഇൻ്റലിജൻസാണ്. ഇതൊക്കെ രേഖകളിൽ കാണുന്ന ചില രഹസ്യങ്ങളാണ്. നമുക്ക് രേഖയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാം, കുറേ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നുമല്ല, ഞാൻ പറഞ്ഞ ജീവിതങ്ങളാണ്, കൃത്യമായ കാര്യങ്ങളാണ്. ഇതാണ് ഹസ്തരേഖ ജ്യോതിഷം, സംഖ്യാജ്യോതിഷം, ഇതുകൊണ്ടൊക്കെ ഉള്ള ചില കാര്യങ്ങൾ. ഇനി മകരലഗ്നത്തിൽ ജനിച്ചവരെ ഭദ്രകാളിയമ്മ ഞാൻ പറയുന്ന പോലെ ഒന്ന് വിളിച്ചു നോക്കിക്ക്, കൃത്യമായിട്ട് ജ്യോതി രക്ഷപ്പെടും. കൃത്യമാണ്. ഇതാണ് ജ്യോതിഷം കൊണ്ടുള്ള പ്രയോജനം. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ചില ദശകളിൽ കാല് തന്നെ വീഴാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്നലെ നോക്കിയപ്പോൾ ഒരാൾ പറഞ്ഞു, സാറ് പറഞ്ഞ ആ സമയത്ത് ഈ സമയത്ത് ഞാൻ കാല് തെറ്റി വീണു. ഇങ്ങനെയൊക്കെ ചില അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം. ഇങ്ങനെയുള്ള സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യം ഇപ്പം ബുധൻ്റെ കൂടെ സർപ്പയോഗം വരുന്നു. ബുധനും സർപ്പയോഗം വന്നു കഴിഞ്ഞാൽ അവൻ എന്നാണേലും ഒരു കാര്യം ചെയ്യുമ്പോൾ ബുധൻ ബുദ്ധികാരകനാണ്. അവൻ്റെ ആ പ്രവൃത്തി, ആ ബുദ്ധി, അതിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാകാം. അപ്പോൾ അവൻ മറ്റൊരാളോട് അഡ്വൈസ് തേടാം, അല്ലെങ്കിൽ സമയമെടുത്ത് തീരുമാനമെടുക്കാം, പരിഹാരങ്ങൾ ചെയ്യാം. അവൻ ആ കാര്യത്തിൽ വിജയിക്കാൻ പറ്റും. അപ്പം അവൻ്റെ പോരായ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏത് കാര്യത്തിൽ വിജയിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവൻ എടുക്കുന്ന പല തീരുമാനങ്ങൾ തന്നെ ആയിരിക്കും അവൻ്റെ ശത്രു. അവൻ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെ, ആ തീരുമാനങ്ങളിലെ കുഴപ്പം കൊണ്ടായിരിക്കും അവന് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചന്ദ്രസർപ്പയോഗമുള്ളവർ അവരെപ്പോഴും വളഞ്ഞ വഴികളായിരിക്കും ചിന്തിക്കുന്നത്. പൊതുവായിട്ട് സാമാന്യമായിട്ട് പറയുന്നതാണ് കേട്ടോ. ഒരു നിരവധി മറ്റു കാര്യങ്ങളുണ്ട്. ഇത് ലഘുവായിട്ട് സാമാന്യമായിട്ട് പറയുന്നുള്ളൂ. ചന്ദ്രസർപ്പയോഗമുള്ളൂ. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകമാണ്. സർപ്പയോഗം വന്നു കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഒരു ശരിയായിട്ടുള്ള റിയൽ വേൾഡിലായിരിക്കത്തില്ല, എപ്പോഴും ഒരു സങ്കല്പത്തിൻ്റെ ലോകത്തായിരിക്കും. അതുപോലെ പലതിനും വളഞ്ഞ വഴി തിരഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, വളഞ്ഞ വഴി പോകരുത്, പണി കിട്ടും. അപ്പോൾ അവരെന്ത് ചെയ്യും? നേരെ സ്ട്രൈറ്റായിട്ട് തന്നെ പോകും, ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല. വളഞ്ഞ വഴി പോയാൽ ചിലപ്പം കേസിലും വഴക്കിലും പെട്ട് ചിലപ്പോൾ അകത്ത് കിടക്കേണ്ടി വരും. വർഷങ്ങൾ വെറുതെ പോകും, ജീവിതം വേസ്റ്റാകും. അപ്പോൾ അവൻ നല്ലൊരു മാർഗനിർദ്ദേശം കൊടുക്കുകയും അത് മനസ്സിലാക്കുന്നവർക്ക് ജീവിതത്തിൽ അവൻ്റെ ജീവിതം തിരിച്ചു പഠിക്കാൻ പറ്റുകയും ചെയ്യും. അതാണ് യഥാർത്ഥ ജ്യോതിഷം, അല്ലെങ്കിൽ ഹസ്തരേഖ, അല്ലെങ്കിൽ സംഖ്യാജ്യോതിഷം എല്ലാം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. അവിടെയാണ് ആ പ്രായോഗികത ഉണ്ടാകുന്നത്. ഈ വിശാഖ നക്ഷത്രക്കാർ അവരുടെ വളരെ ചെറുപ്പത്തിൽ തൊട്ടേ അവർ ജീവിതത്തിൽ ചെറുപ്പകാലം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിശാഖവും മകയിലും ഒക്കെ. അപ്പോൾ അവർക്ക് നല്ലൊരു മാറ്റം വരാൻ മുരുകന് ചില കാര്യങ്ങൾ ചെയ്താൽ, കൃഷ്ണന് ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. ഒരു വളരെ ചെറുപ്പത്തിലെ ജോലിയിൽ ചിലപ്പം പ്രവേശിക്കാം. കാരണം കുടുംബ പ്രാരാബ്ദം കൊണ്ട്, അല്ലാതെ വളരെ ചെറുപ്പത്തിലെ ജോലിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ കഴിവിൻ്റെ കൂടുതൽ കൊണ്ടാണ് മനസ്സിലാക്കരുത്. ഇവർക്ക് വേറെ മാർഗ്ഗമില്ല, കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ട്. ഇത് പൊതുവായിട്ട് പറയുന്നതാണ്. അപ്പോൾ അവർ ജനിച്ച സമയം, നക്ഷത്ര ഗ്രഹനില വെച്ചാൽ കൂടുതൽ നമ്മൾ ആ കാര്യത്തിലേക്ക് വിശകലനം വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ സാമാന്യമായിട്ട് പറയുകയാണ്. അതുപോലെ അത്തം നക്ഷത്രക്കാർ, ഇവർക്ക് ഡിസൈനിങ് കഴിവ് വളരെ കൂടുതലാണ്, ടെക്നിക്കൽ കഴിവ് കൂടുതലാണ്. ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ഒരു ഡിസൈനിങ് ആയിക്കോട്ടെ, ഈ അത്തം നക്ഷത്രക്കാർ ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ ഇവർക്ക് മറ്റുള്ളവരെക്കാട്ടി നല്ല രീതിയിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇവൻറ്റ് മാനേജ്മെൻറ്റിന് വളരെ സ്കോപ്പാണ്. ഒരു കല്യാണം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നു. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഫീൽഡിൽ അത്തം നക്ഷത്രക്കാർക്ക് വളരെ ശോഭിക്കാനുള്ള കഴിവുണ്ട്. കാരണം അവന് ഡിസൈനിങ് എബിലിറ്റി കൂടുതലാണ്. അപ്പോൾ കൃത്യം അവൻ്റെ ആ കഴിവുകേട് മനസ്സിലാക്കി പിന്നെ അത്തം നക്ഷത്രക്കാർ കൃഷ്ണനും ഭദ്രകാളിക്കും ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും.
അപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഉത്രാടം നാളുകാർ അവർക്ക് നല്ലതായിട്ട് ഈ പാചകകല നല്ലതാണ്, വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ്, ക്ലറിക്കൽ വർക്കുകൾ നല്ലതാണ്, ഒക്കെ നല്ലതാണ്. പൂരാട നക്ഷത്രക്കാർ സാമാന്യം കുറച്ച് പറയുന്നതേ ഉള്ളൂ കേട്ടോ, അത് ഈ സാമാന്യ ബലങ്ങളാണ്, അതല്ലാതെ ഡീപ്പായിട്ടല്ല പറയുന്നത്. ഇപ്പം പൂരാട നക്ഷത്രക്കാർ അവർക്ക് രാഷ്ട്രീയം നല്ലതാണ്, കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ എല്ലാവരും രാഷ്ട്രീയത്തിൽ പോകുമെന്നല്ല, അങ്ങനെ ഒരു കഴിവ് അവൻ്റെ ഉള്ളിലുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു കഴിവ് അവൻ്റെ ഉള്ളിലുണ്ട്. അത് അവൻ ഏത് മേഖലയിൽ പ്രയോഗിച്ചാലും അവന് പ്രയോജനം കിട്ടും. അങ്ങനെയുള്ള മേഖലകൾ അവൻ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അവന് ജീവിതത്തിൽ ഗുണമുണ്ടാകും. അല്ലാതെ ഇപ്പോൾ ഒരാളുടെ ഹസ്തരേഖ അവൻ ഡോക്ടറാണോ എഞ്ചിനീയറാണോ രാഷ്ട്രീയക്കാരനാണോ എന്ന് എഴുതി വെച്ചിട്ടില്ല. അവൻ്റെ കഴിവാണ്. ഒരു ഡോക്ടറാണെങ്കിൽ അവർക്ക് അനലൈസിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതായത് ഒരു കാര്യം തന്നെ വളരെ ആഴത്തിൽ പരിശോധിച്ച് ഉള്ളൊരു അനലൈസിങ് ചെയ്യാനുള്ളൊരു കഴിവ് കൂടുതലായിരിക്കും. അപ്പോൾ അവൻ്റെ കഴിവിനനുസരിച്ചാണ് ആ മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഗുണമുണ്ടാകുന്നത്. അപ്പം പൂരാടം രാഷ്ട്രീയ മേഖല നല്ലതാണ്, ഫുഡുമായി ബന്ധപ്പെട്ട മേഖലകൾ നല്ലതാണ്. ഈ ദ്രാവകമായിട്ട് ഇപ്പം വെള്ളത്തിൻ്റെ കച്ചവടം, അല്ലെങ്കിൽ ഈ ജ്യൂസ് അതുപോലുള്ള കച്ചവടങ്ങൾ, പിന്നെ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ടെക്നിക്കലായിട്ടുള്ള മേഖലകൾ, പിന്നെ പോലീസിലെ ഇൻ്റലിജൻസ് പോലെയുള്ള മേഖലകൾ ഇവർക്ക് രഹസ്യം സൂക്ഷിക്കാനും ഒക്കെ പ്രത്യേക കഴിവാണ്. മാത്രമല്ല ഇവർക്ക് മറ്റുള്ളവർ പറയുന്നത് ഇവർ അത്ര മുഖവിലേക്ക് എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഇൻ്റലിജൻസ് വിഭാഗത്തിലൊക്കെ ഇവർ നല്ല മിടുക്കന്മാരായിട്ടുള്ള കഴിവ് തെളിയിക്കാൻ പറ്റുന്ന, കാരണം ഇവർക്ക് ഇവരുടേതായ ഒരു വിശേഷ ബുദ്ധിയുണ്ട്, ആ വഴിയിലേ ഇവർ സഞ്ചരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനും ഇവരുടേതായ രീതിയിൽ കാര്യങ്ങൾ കണ്ടെത്താനുമുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഇങ്ങനെ എത്രയോ രഹസ്യങ്ങളുണ്ട്. നക്ഷത്രം വെച്ച് തന്നെ ഗ്രഹനിലയിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ. അതുപോലെ മകൻ നക്ഷത്രക്കാർ കണ്ണു അടച്ചുകൊണ്ട് പറയാൻ പറ്റും എന്താണ് ബാങ്കിങ് മേഖല ഏറ്റവും നല്ലതാണ്. ഇനി ബാങ്കിങ് അല്ലെങ്കിൽ പോലും ഫിനാൻസ് സ്ഥാപനങ്ങൾ ഇവർക്ക് നല്ല ജോലി ചെയ്താൽ നല്ല സ്കോപ്പാണ്. പിന്നെ ഇവർക്ക് അതുപോലെ തന്നെ ടെക്നിക്കൽ മേഖല നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഒരു തൊഴിലിൽ തന്നെ ഒരുപാട് വർഷങ്ങൾ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് കൂടുതലാണ് ഈ മകൻ നാളുകാർക്ക്. പിന്നെ ഇവർക്ക് പുത്രദുഃഖം, ഏതെങ്കിലും ഒരു സന്താനത്തെ കൊണ്ട് ദുഃഖം ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. ചിലർക്ക് അങ്ങനെയാണെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ ഒരു ബാങ്കിങ് മേഖല ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാനിതുപോലെ പറഞ്ഞു, അദ്ദേഹത്തിന് ഇപ്പോഴാണ് പുത്രദുഃഖം വന്നത്. അത് കൃത്യമാണ്, അത് എല്ലാവർക്കും അങ്ങനെ അല്ലെങ്കിലും അത് പലർക്കും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു പൂരാട നക്ഷത്രക്കാരനുണ്ട്. അപ്പോൾ ഈ പൂരാട നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതയുണ്ട്. അവർക്ക് സ്വത്ത് വകകളൊക്കെ എപ്പോഴും അവരുടെ കാലശേഷങ്ങളൊക്കെ അങ്ങനെ കൈമാറ്റം ചെയ്യുന്ന നല്ലതാണ്. അല്ലാതെ പെട്ടെന്നൊക്കെ എഴുതി കൊടുക്കുന്നത് അതൊക്കെ അവനവൻ്റെ ഇഷ്ടംപോലെ എഴുതി കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്ന നല്ലതാണ്. സ്വത്ത് വകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഇവർ ഈ വിശ്വാസം കൂടി കഴിയുമ്പോൾ ഇവർക്ക് ഈ സുഹൃത്തുക്കളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് അങ്ങനെ ഉള്ളവരാണ് ഈ പൂരാടുന്നത്. സുഹൃത്തുക്കളോട് ഭയങ്കര താല്പര്യമുള്ളവർ. അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വീട് സ്ഥലമൊക്കെ എഴുതിയിട്ട് തിരിച്ച് പിന്നെ എഴുതി തരാമെന്നൊക്കെ പറഞ്ഞാലും ഒക്കെ അങ്ങനെ ചില ഒരു വലിയ വിശാല മനസ്ഥിതി ഉള്ളവരാണ്. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കുക, ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ സ്വത്ത് കൈമാറ്റമൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അല്ല അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാതിരിക്കുക. ഞാനതൊന്നും അഭിപ്രായം പറയാറില്ല. അപ്പോൾ ഈ ഒരു പുരാട നക്ഷത്രക്കാരൻ 15 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു, നല്ലൊരു വീട്. പുള്ളി അതെല്ലാം കളഞ്ഞു. പുള്ളി ഇച്ചിരി ലഹരി, മദ്യപാനം, അങ്ങനെയുള്ള മദ്യപാനമൊക്കെ ഈ മദ്യപാനം പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ ദോഷം ചെയ്യും. പൂരാടം വിശാഖം ഒക്കെ മദ്യപിച്ച് കഴിഞ്ഞാൽ അവർ ചില വയലൻ്റ് ആകും, ചില ഡേഞ്ചർ ആകും. അവർ മറ്റുള്ളവർക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഉത്രാട പോലുള്ള നാളുകാർക്ക് അത്ര വലിയ പ്രശ്നക്കാരല്ല. പക്ഷേ എങ്കിലും ചില നാളുകാർ ചിലപ്പോൾ ഇച്ചിരി ഒരു പ്രശ്നക്കാരാണ്. അതൊക്കെ അവനും വിചാരിക്കുന്ന പോലെ ഉള്ളൂ. ഇതൊക്കെ സാമാന്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്, അങ്ങനെ മനസ്സിലാക്കാം. ഈ പൂരാടം നാളുകാരൻ 15 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. പുള്ളി മദ്യപാനം കൂടി വീട്ടിൽ നിന്നൊക്കെ പുള്ളി ഇറക്കി വിട്ടു. പുള്ളി കൃഷി ചെയ്യുന്നു, പല തൊഴിലുകൾ പലയിടത്ത് ചെയ്തു. അപ്പം എനിക്കറിയാവുന്ന ഒരാളോട് പറഞ്ഞു, ഈ പുരാടം നാളുകാർക്ക് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വെളിച്ചെണ്ണയാകാം, അല്ലെങ്കിൽ പെട്രോളാകാം, എന്നുവെച്ചാൽ പെട്രോൾ പമ്പിൽ നിൽക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കച്ചവടമാകാം, അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുന്ന പരിപാടിയായിരിക്കാം. അങ്ങനെ ചെറിയ ഒരു സാധ്യതകളുമുണ്ട്. അപ്പം അങ്ങനെ അത് ഞാൻ കുറേ വർഷത്തിന് മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ആ പുള്ളി തന്നെ എന്നോട് പറഞ്ഞു, അവരുടെ ഓഫീസിൽ ഇപ്പം വെള്ളം കൊണ്ട് ഈ ഓഫീസിൽ വെക്കുന്ന വെള്ളക്കുപ്പിയിൽ അതും ചുമ്മിക്കൊണ്ട് വരുന്നത് ഈ പുള്ളിയാണ്, ഈ പുരാട നാളുകാർ. ഇത്ര ജോലി ചെയ്ത് അവസാനം ആ ഒരു ഇതിലേക്ക് പോകുന്നു. നോക്കുക, ആ നക്ഷത്രത്തിൻ്റെ എത്ര ഒരു സ്വാധീനം ആ വ്യക്തിയിലുണ്ടെന്ന് നോക്കുക.
ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പോരായ്മകളും കഴിവുകളും ഒക്കെ പോരായ്മകളും നമ്മുടെ കഴിവും കഴിവുകളും ഒക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കുറേ നക്ഷത്രങ്ങളെ കാണാൻ പഠിച്ച് പറയുന്നുണ്ടോ, ചുമ്മാ കുറച്ച് കാര്യങ്ങൾ പറയുന്നൊന്നും അല്ല, നമുക്ക് ഡീപ്പായിട്ട്. അതുപോലെ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഹോട്ടൽ മേഖല നല്ലതാണ്. കാരണം കാശുണ്ടാക്കുന്നവരുണ്ട് നല്ല രീതിയിൽ ഹോട്ടൽ മേഖല ചെയ്ത്. അതുപോലെ വാഹനം നല്ലതാണ്, ടെക്നിക്കൽ നല്ലതാണ്, ബാങ്കിങ് നല്ലതാണ്, ഫിനാൻസ് മേഖലകൾ നല്ലതാണ്. അതുപോലെ മകയിര നാളുകാർക്ക് ബിൽഡിംഗ് കോൺട്രാക്ട് വർക്ക് ഏതും ആയിക്കോട്ടെ, കോൺട്രാക്ട് വർക്കുകൾ മൊത്തത്തിൽ എടുത്ത് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർക്ക് മകയിര നാളുകാർക്ക് ഈ റെസ്റ്റോറൻറ്റ് ഫുഡ് നല്ല മേഖലയാണ്. അതുപോലെ ടെക്നിക്കൽ നല്ല മേഖലയാണ്. പെണ്ണുങ്ങളാണെങ്കിൽ ഞാനിങ്ങനെ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, പൊതുവായിട്ട് പറയുന്നത് കേട്ടോ, നേഴ്സിങ് ഏറ്റവും നല്ല മേഖല. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ മകയിര നാളുകാർക്ക് മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഒരു സർവീസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു കഴിവുള്ള അങ്ങനെ മനസ്ഥിതി ഉള്ളവരാണ്. മറ്റുള്ളവർക്ക് എന്നാലും ഹെൽപ്പ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഈ നേഴ്സിംഗ് മേഖല വന്ന ഇവർ വളരെ നല്ലതായിട്ട് ശോഭിക്കും. ഒരാളെ നല്ല രീതിയിൽ പരിചരിക്കാൻ ഇവർക്ക് നല്ലതായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മകയിരം നല്ലതാണ് ഈ നേഴ്സിംഗ് മേഖല. സ്ത്രീകളൊക്കെ ആണെങ്കിൽ ടെക്നിക്കൽ മേഖല, എഞ്ചിനീയറിംഗ് മേഖല ഒക്കെ നല്ലതാണ്. ഇവർ വളരെ കഴിവുള്ളവരാണ്. പക്ഷേ ഇവരെ ഒരു 10-24 വയസ്സ് വരെ ഇവർക്ക് വലിയ ഒരു സ്ട്രഗിളിങ് അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു വളരെ ത്യാഗങ്ങൾ സഹിക്കേണ്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഈ മകയിര നാളുകാർ. അപ്പോൾ അവർ ഭദ്രകാളിയെയും കൃഷ്ണനും ഒക്കെ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. പിന്നെ ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് ശ്രദ്ധിച്ചു പോവുക. അതിപ്പം മകയിരമാണേലും പൂയമാണേലും വിശാഖമാണേലും ചിത്തിരയാണേലും പുറമേ നോക്കിയാൽ നല്ല ജീവിതമായിരിക്കും. പക്ഷേ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് വിള്ളലും പ്രശ്നങ്ങളും ഒക്കെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ചിലപ്പം കൂടുതലായിട്ട് ഉണ്ടാകാം. അതുപോലെ മകവും അതൊരു മധ്യവയസ്സിന് ശേഷമായിരിക്കും മകത്തിനും അങ്ങനെ കുടുംബജീവിതത്തിൽ ഒരു ദാമ്പത്യ ഐക്യത്തിലൊക്കെ ചെറിയ ഒരു പോരായ്മകൾ ഉണ്ടാകുന്നു. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നല്ല. അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ ഒന്നും ചെയ്യണ്ട, അതിനുള്ള വഴിപാടുകൾ ചെയ്താൽ മതി. തിങ്കളാഴ്ച ദിവസം ശിവന് ജലധാര ഐക്യമത്യാർച്ചനയും ചെയ്യുക, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് മുന്നോട്ട് പോകും. ഒട്ടിപ്പോ സ്റ്റിക്കർ പോലെ ഒരാൾ പറയുന്ന ഒരാൾ കേൾക്കും, മറ്റൊരാൾ പറയുന്ന മറ്റൊരാൾ കേൾക്കും. ഒരു വര വരച്ചാൽ ഭാര്യ പറയുന്നിടത്തിന് അപ്പുറം ഭർത്താവ് പോകത്തില്ല, ഭർത്താവ് പറയുന്നതിന് ഇപ്പുറത്ത് ഭാര്യ പോകത്തില്ല. ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇതുകൊണ്ടൊക്കെയുള്ളൊരു പ്രയോജനം. ഇതുകൊണ്ടൊക്കെയുള്ള പ്രയോജനം അതാണ്. അതുപോലെ ആയില്യ നക്ഷത്രക്കാർ വളരെ കഴിവുള്ളവരാണ്. എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാൾ ആയില്യ നാളുകാരനാണ്. വളരെ കഴിവുള്ളവരാണ്. ആയില്യ നാളുകാരുടെ ഒരു പ്രത്യേകത, അവർക്ക് വിശേഷ ബുദ്ധിയുണ്ട്. മറ്റുള്ളവർ ചിന്തിക്കുന്നതിലും ഒരു പടി കടന്നു ചിന്തിക്കും, വ്യത്യസ്തമായിട്ട് ചിന്തിക്കും. അതുപോലെ തന്നെ ആയില്യ നാളുകാരെ കഴിവ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലൊരു കുട്ടിക്ക് ഒരസുഖമാണ്. അപ്പം ഒരു 50 ലക്ഷം രൂപ പിരിക്കണം, വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ പിരിക്കണം. അപ്പോൾ നിങ്ങൾ അതിനൊരു ഒരു കമ്മിറ്റി രൂപീകരിച്ചെന്ന് വിചാരിക്കുക. അതിന് തലപ്പത്ത് ഒരു ആയില്യ നാളുകാരനാണെന്നുണ്ടെങ്കിൽ 30 ദിവസം കൊണ്ട് പിരിക്കേണ്ടത് 25 ദിവസം കൊണ്ട് പിരിച്ച് കൈ കൊടുക്കും. അത്ര കഴിവാണ്. അവിടെയാണ് ഈ ആയില്യ നാളുകാരുടെ കഴിവ്. അതുപോലെ ഇവർ ഏത് ആപത്തിലും ഇവർ വളരെ ആക്റ്റീവാണ്. മറ്റുള്ളവരെക്കാട്ടിലും കാര്യപ്രാപ്തി ഇവർക്ക് വളരെ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആയില്യ നാളുകാരുടെ കാര്യം പറഞ്ഞ്, അതുപോലെ ഈ അശ്വതി നാളുകാർ, അതുപോലെ ഉത്രാടം നാളുകാർ, ഇവർക്കൊക്കെ അഡ്വൈസ് കൊടുക്കാൻ വളരെ നല്ല കഴിവുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമാകപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ തരുന്ന അഡ്വൈസ് കറക്റ്റായിരിക്കും. ഇനി ഞാൻ വേറൊരു രഹസ്യം പറഞ്ഞുതരാം. നിങ്ങൾ ജനിച്ചത് 4, 13, 22, 31 എന്നീ തീയതികളിലാണെങ്കിൽ 6, 15, 24 ഈ തീയതികളിൽ ജനിച്ചവരോട് അഡ്വൈസ് തേടിയാൽ നല്ലതായിരിക്കും. കറക്റ്റ് അഡ്വൈസ് തരാൻ പറ്റും. അത് സംഖ്യാജ്യോതിഷം വെച്ചാൽ കൃത്യമായിട്ടൊരു മാർഗനിർദ്ദേശം കിട്ടും. അതുപോലെ നക്ഷത്രം പറയുകയാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് അഡ്വൈസ് കൊടുക്കാൻ വളരെ കഴിവ് കൂടുതലാണ്. അതിപ്പോൾ ഒരു നേതാവിൻ്റെ ആയിക്കോട്ടെ, ഒരു മന്ത്രിയുടെ ആയിക്കോട്ടെ, അഡ്വൈസ് പാനലിൽ ഒരു അശ്വതി നക്ഷത്രക്കാരനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആയില്യ നക്ഷത്രക്കാരനുണ്ടെങ്കിൽ നല്ല കറക്റ്റ് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. അവർ വളരെ പ്രായോഗിക ബുദ്ധിയാണ്, വളരെ ടാക്റ്റ്ഫുള്ളാണ്, വളരെ നയചാതുര്യം പ്രായോഗികതയും കൂടുതലായിരിക്കും. ഒരു മകം നക്ഷത്രക്കാരനുണ്ട്, അവന് അനലൈസിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഈ ബാങ്ക് ഫീൽഡ് ഏറ്റവും നല്ലത് ഈ മകം. അവർക്ക് വളരെ അനലൈസിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. പെട്ടെന്ന് ഒരു കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ കഴിവ് കൂടുതലായിരിക്കും.
ഇങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല നമ്മൾ 27 നക്ഷത്രം കുറേ പഠിച്ച് അതൊന്നും അല്ല. ഡീപ്പായ പല കാര്യങ്ങളും ഉണ്ട്. നമുക്കിത് മനസ്സിലാക്കി പല കാര്യങ്ങളും ഒഴിവാക്കാനും പറ്റും, ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. എല്ലാം ഇതിനകത്തുണ്ട്. അത് കൈരേഖയാണേലും അതുപോലെ തന്നെ നക്ഷത്രമാണേലും സംഖ്യാജ്യോതിഷമാണേലും. സംഖ്യാജ്യോതിഷത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോഴേ നിങ്ങൾ 6-ാം തീയതി ജനിച്ച ഒരു 6-15-24 ഈ തീയതികളിൽ ജനിച്ച ഒരാളാണെന്ന് വിചാരിച്ചു. ആ ആളെ നിങ്ങൾ എല്ലാവരും മുന്നേ വെച്ച് കളിയാക്കരുത്. പറഞ്ഞ് മനസ്സിലാവുന്നു. ഒന്നും മിണ്ടത്തില്ല അപ്പം. പക്ഷേ ഈ ആളുടെ മനസ്സ് ചെയ്തിരിക്കും. ചിലപ്പോൾ അവർ വേറൊരു അവസരം വരുമ്പോൾ നിങ്ങൾക്കത് അവരേതെങ്കിലും രീതി നിങ്ങളെ കളിയാക്കാം, അല്ലെങ്കിൽ അവരേതെങ്കിലും രീതി അത് പ്രവർത്തിക്കാം. പക്ഷെ എല്ലാവരും അങ്ങനെ ആണെന്നല്ല, ചിലരെങ്കിലും. അപ്പം അത് ആളും തരം കണ്ട് നിങ്ങൾക്ക് പെരുമാറാൻ പറ്റും. അതുപോലെ 8-17-26 ഈ തീയതികളിൽ ജനിച്ചവർ ഒരു ഹോസ്പിറ്റൽ സംബന്ധമായ തൊഴിലുകൾ, മെക്കാനിക്കൽ സംബന്ധമായ തൊഴിലുകൾ, ഫിനാൻസ് സംബന്ധമായ തൊഴിലുകൾ വളരെ നല്ലതാണ്. വളരെ നല്ലതാണ്. ഇവർ മികച്ച കഴിവുള്ളവരാണ്. ഇവരേറ്റവും ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് കൃഷ്ണന് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ജീവിതം മാറുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മോശം കൂട്ടുകെട്ടിലേക്ക് പോകാൻ സാധ്യതയുള്ള നമ്പറുകൾ ജനനത്തീയതിയാണ് പറയുന്നത്. 26-22 ഈ 2 തീയതികളിൽ ജനിച്ചവർ മോശം കൂട്ടുകെട്ടുകളിൽ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. 22, 31, 26. അതിൽ 26, അപ്പോൾ ഈ 22, 31 രാഹു സ്വാധീനമാണ്, 26 ശനി സ്വാധീനമാണ്. ഞാൻ അവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ 26 തീയതി ഉള്ളവർ അവർ മോശമായ പല റിലേഷൻസിലേക്കും, ഒരു വിവാഹം കഴിച്ചാൽ പോലും മറ്റു ചില റിലേഷൻസിനോടൊക്കെ ചിലപ്പോൾ താല്പര്യം ഉണ്ടാകാം. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അതുകൊണ്ട് ജീവിതത്തിൽ അവർക്ക് വലിയ തകർച്ച ഉണ്ടാകും. അത് ഗുണമായിട്ട് വരാൻ സാധ്യത ഒട്ടുമില്ല. അത് അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാം. അങ്ങനെയുള്ളവരോട് ഞാൻ പറയാറുണ്ട്. ഞാൻ പണ്ട് ഇതുപോലെ ഒരാളുടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പോകരുത്, അങ്ങനെയുള്ള ഇതിനകത്തുണ്ട്. എന്നോട് ചേട്ടാ അങ്ങനെയൊന്നും എനിക്കില്ല. വൈകിട്ട് പുള്ളി എൻ്റെ നമ്പർ വിളിച്ചു, ചേട്ടാ എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളുണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഗൈഡൻസാണ്. ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. പക്ഷേ പുള്ളി ഇല്ലെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞു, അതൊന്നും എനിക്ക് വിഷയമല്ല. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ ഇന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്ത ഒരു റിലേഷൻഷിപ്പെ കാര്യങ്ങളെ ഒന്നും പോകരുത്. നിങ്ങളുടെ കുടുംബമായിട്ട് സ്വന്തമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറഞ്ഞു. അപ്പം പുള്ളിക്ക് എൻ്റെ കാര്യം മനസ്സിലായി. അപ്പം മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാകുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ച് കൂടുതൽ മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യം നോക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇതിലൊക്കെ ചെന്ന് ചാടി ജീവിതം വെറുതെ, സ്വന്തം കുടുംബം ഉണ്ടോ അതില്ല, മറ്റൊരു ജീവിതം ഉണ്ടോ അതില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതുപോലെ ചില വണ്ടികളുടെ നമ്പർ 29, 20 കൂട്ടിയാൽ 4 അക്കങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന 29, 20, 11, 17, 19 ഈ സംഖ്യകളൊക്കെ 4 അക്കം കൂട്ടിയാൽ കിട്ടുന്ന നമ്പറാണ്. ഈ നമ്പറുകളൊക്കെ ഉള്ള വണ്ടികൾ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. പലയിടത്തും പലയിടത്തും പല അപകടങ്ങളെ, പല പ്രതിസന്ധികളെ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട്. അതുപോലെ തന്നെ 4 അക്കം കൂട്ടുമ്പോൾ 33 കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതെന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ. ഒന്നുമില്ലെങ്കിൽ എപ്പോഴും തട്ടും മുട്ടും അല്ലെങ്കിൽ പ്രതിസന്ധികൾ എന്ന് കരുതി ആ വണ്ടി കളയണമെന്നോ ഒന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ശ്രീരാമ ജയരാമ ജയ ജയരാമ 3 തവണ ജപിക്കുക, ഓം നമോ നാരായണായ 3 തവണ ജപിക്കുക. ഇറങ്ങുമ്പോഴും അതുപോലെ ചെയ്യുക. പക്കനാൾ ഒരു ശിവക്ഷേത്രത്തിൽ ശിവന് ജലധാര, മൃത്യുഞ്ജയാർച്ചന, പാൽപായസം, കൂവളത്തിലാർച്ചന ഇത് ചെയ്യുക. ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ജയിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ തന്നെ നിരീക്ഷിച്ച് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ തന്നെ നിരീക്ഷിച്ച് നോക്കിയാൽ മതി. അതുപോലെ 5, 14, 23 ഈ തീയതികളിൽ ജനിച്ചവരാണ്. ഇവർക്ക് നഴ്സിംഗ് മേഖല ഏറ്റവും നല്ലതാണ്, ബാങ്കിങ് മേഖല നല്ലതാണ്, ഫിനാൻസ് നല്ലതാണ്, IAS മേഖലകൾ നല്ലതാണ്, വിശേഷ ബുദ്ധിയുള്ളവരാണ്. അധ്യാപനം ഏറ്റവും നല്ലതാണ്, ടെക്നിക്കൽ മേഖല നല്ലതാണ്. അതുപോലെ അങ്ങനെയുള്ള ഏതിലാണെങ്കിലും വിശേഷ ബുദ്ധിയുള്ളവരാണ്. അതുപോലെ തന്നെ ഇവർ വളരെ ടാക്റ്റ്ഫുള്ളാണ്, വളരെ നയചാതുര്യമുള്ളവരാണ്.
ഇവർക്ക് സാഹചര്യത്തിനും സമയത്തിനും ആളുകളെ മനസ്സിലാക്കി പെരുമാറാനുള്ള ഒരു ക്ഷമയും സമയത്തെ പ്രതീക്ഷിച്ചിരുന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഇവർ ബുദ്ധിമാന്മാരായതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ഇവർ ഏറ്റവും നല്ല കാര്യങ്ങളാണ് പഠിക്കുന്നെങ്കിൽ ഏറ്റവും നല്ല ആളുകളായിട്ട് വരും. മോശം കാര്യങ്ങളെ ആകൃഷ്ടരാകുകയാണെങ്കിൽ ഏറ്റവും കൊനസ്റ്റ് ബുദ്ധിയുള്ളവരായിട്ടും വരും. എന്ന് വെച്ചാൽ ഏറ്റവും ഈ വല്ലാത്തൊരു ബുദ്ധി, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിയുള്ളവരായിട്ടും വരും. അതാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെ നിരവധി. അതുപോലെ നിങ്ങൾ ജനിച്ചത് 1, 10, 19, 28 ഈ തീയതികളാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും നിങ്ങളുടെ 16 വയസ്സ്, 34 വയസ്സ്, 43 വയസ്സ്, 52 വയസ്സ് വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ തന്നെ നിരീക്ഷിച്ച് നോക്കിയോ. അതുപോലെ നിങ്ങൾ ജനിച്ചത് 6, 15, 24 ആണെങ്കിൽ 25, 26 ഈ 2 വയസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ പല കാര്യങ്ങളും കടന്നു വരാം. ചില കൂട്ടുകാർ, ചില കാര്യങ്ങൾ, അതൊക്കെ ഒരു ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതം മുഴുവൻ നിങ്ങളെ അലട്ടുന്ന ചില കാര്യങ്ങളായിട്ട് വരാം. അത് ആ സമയത്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യുക, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടി പോകാതിരിക്കുക ഒക്കെ ചെയ്താൽ ഏറ്റവും നല്ലതായിട്ട് ജീവിതം മുന്നോട്ട് പോകും. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ഇപ്പം ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് പലയിടത്തും നിരീക്ഷിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതാണ് ശരിക്കും ജ്യോതിഷം, അല്ലെങ്കിൽ ഹസ്തരേഖ, അല്ലെങ്കിൽ സംഖ്യാജ്യോതിഷം ഒക്കെ കൊണ്ട് നമുക്കുള്ള പ്രയോജനം പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാതെ നമ്മളൊരു ഒരു 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 കുറേ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ കുറേ പാണ്ഡിത്യങ്ങൾ പറയുക ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ആപ്ലിക്കബിളാണ്, എത്ര പ്രായോഗികതയുണ്ട്, അതെങ്ങനെ പ്രയോജനപ്പെടുത്താം, അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം, എന്തിനു വേണ്ടിയത് എന്നുള്ള അതിൻ്റെ ഉത്തരം വരുന്നത്. അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിലൊന്നും കാര്യമില്ല. സംഖ്യാരഹസ്യം തന്നെയാണേലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനീ പറഞ്ഞത് ഒന്ന് തൊട്ട് പോയിരിക്കുക. 10,000-കണക്കിന് കാര്യങ്ങളുണ്ട്. ഇത് ഓരോന്നുമായിട്ട് വിഷയപ്പെട്ടാൽ 1000-കണക്കിന് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ തൊട്ട് പോയിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ, എത്രയോ കാര്യങ്ങൾ. ഈ 13 തീയതികളിൽ ജനിച്ചവരാണ്. അവർക്ക് ഏറ്റവും നല്ലതാണ് ഫോഴ്സ്, പോലീസ്, പട്ടാളം, ഫോഴ്സ്, ഇൻ്റലിജൻസ്, അതുപോലെ മികച്ച അധ്യാപകന്മാർ. പ്രത്യേക കഴിവാണ് സർവീസ് ടു ദി സൊസൈറ്റിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ പ്രത്യേക കഴിവാണ് അവർ. അതുപോലെ ഒരാൾ ജനിക്കുന്നത് ഇപ്പം 13-11 അല്ലെ 12-11 അല്ലെ 11-11 ഈ 11-11 മാസവും ഡേറ്റും ഈ റെപ്പറ്റീഷൻ വരുവാണെങ്കിൽ അവർക്ക് എപ്പോഴും റിലേഷൻ, അയൽവക്കക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളെ അല്ലെങ്കിൽ ഓഫീസിലുള്ള സൗഹൃദങ്ങളൊക്കെ പ്രശ്നങ്ങൾ കൂടി എപ്പോഴും ഉണ്ടായിരിക്കും. ഇവർ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യാം. സാധ്യതകളാണ് പറഞ്ഞ് എല്ലാവർക്കും അല്ല, ഇതെല്ലാം പൊതുഫലങ്ങളാണ്, അങ്ങനെയാണ് പറയുന്നത്. എങ്കിലും ചിലർക്കെങ്കിലും അനുഭവമാകാം. അതുപോലെ 4 തീയതികൾ ജനിക്കുക. ഇങ്ങനെ ഈ ജനിച്ച തീയതിയും ജനിച്ച മാസവും ഒരേ സംഖ്യയാകുകയാണെങ്കിൽ സ്ട്രഗ്ലിങ് ജീവിതത്തിൽ കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 4, 6, 6, 10 മറ്റുള്ളവരെ അപേക്ഷിച്ച് സ്ട്രഗ്ലിങ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇതല്ലാതെ വിധിസംഖ്യയുണ്ട്. അതായത് ജനിച്ച തീയതി, മാസവും വർഷവും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന വിധിസംഖ്യകളുണ്ട്. അത് വേറൊരു ഫലം. ഇപ്പം ഇതെല്ലാം ഞാൻ ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യം നിങ്ങളുമായിട്ട് കണക്റ്റ് ആകുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോധത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജനനം കൊണ്ട് ആ കണക്റ്റ് ആകുന്നതിന് ഏതെങ്കിലും ഒരു നിങ്ങളുടെ ആ ഗ്രഹനില, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആ ബോധം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേകതകൾ, ഇതുമായിട്ടൊക്കെ ഒരു ബന്ധം കാണും. ചുമ്മാ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കണക്റ്റ്, അത് ഗുണത്തിനാണെങ്കിലും ദോഷത്തിനാണെങ്കിലും. നമുക്ക് ദോഷസമയമായിരിക്കുമ്പോഴാണ് കൂടുതൽ ഓരോ ആപത്തുകൾ ഇങ്ങോട്ട് വരുന്നത്. പ്രത്യേകിച്ച് രാഹു ദശയുടെ സ്വാപഹാരം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ രാഹു ദശ ശനി അപഹാരം വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചില സമയങ്ങളുണ്ട്. അതുപോലെ ചൊവ്വാദശ നമ്മൾ പുതിയൊരു പ്രസ്ഥാനം തുടങ്ങുക, നമ്മൾ ആരെങ്കിലും വളരെ ശ്രദ്ധിക്കണം. അതുപോലെ 11-ാം ഭാവാധിപനായ ചൊവ്വ അനിഷ്ടഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ പ്രതിസന്ധികൾ ഉണ്ടാക്കാം. ചിലപ്പം വീട്ടിൽ നിന്ന് ഓടേണ്ടി വരും. 11-ാം ഭാവാധിപനായ ചൊവ്വ അനിഷ്ടഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാം അനിഷ്ടഭാവങ്ങളിലാണെന്നുണ്ടെങ്കിൽ.
ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ചില വഴിപാടുകൾ നിങ്ങളുടെ കുടുംബദേവതയ്ക്ക് പോയി വഴിപാട് ചെയ്യുക, ശിവന് വഴിപാട് ചെയ്യുക, ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യുക. ഒരു കുഴപ്പമില്ല. ഏറ്റവും ദോഷ സമയം ഏറ്റവും നല്ല സമയമാക്കി മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യുക, നിങ്ങൾ കുറച്ച് ഒതുങ്ങുക, കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഗുരുചരണം ശരണം എപ്പോഴും ജപിക്കുക. ഗുരുചരണം ശരണം, ഗുരുവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടായി ഏതാപത്തും ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എത്രയോ 10,000-കണക്കിന് ജീവിതങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും മനസ്സിലായ കാര്യമാണ്. തിരിച്ചറിവുകൾ, അറിവല്ല, തിരിച്ചറിവാണ്. തിരിച്ചറിവിന് മൂല്യം നിർണ്ണയിക്കാൻ പറ്റത്തില്ല. അത് ഒരാളുടെ ജീവിതം തന്നെ തിരിച്ചു പിടിക്കുക, അതിൻ്റെ വില പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിന് ഒരാളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ വില നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ, എത്രയോ ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം ഇത് ഹൃദയരേഖയാണ്. ഹൃദയരേഖ, ഈ ഹൃദയരേഖയിൽ നിന്ന് താഴോട്ട് മാത്രം ഒരു ശാഖ പോവുക. മനസ്സിലായല്ലോ? താഴോട്ട് മാത്രം, മേലോട്ടില്ല എന്ന് വിചാരിക്കുക. താഴോട്ട് മാത്രമേ ഉള്ളൂ. അല്ല, താഴോട്ട് ഒന്നിലധികം ശാഖകളുണ്ട്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ബിസിനസ് പോയി ചെയ്താൽ വളരെ ശ്രദ്ധിക്കണം. ഈച്ച് ആൻഡ് എവരി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എവരി ഡേ യു ഷുഡ് ബി ചെക്ക്. യു മസ്റ്റ് ചെക്ക്. നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. ഷുഡല്ല, മസ്റ്റാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ചിലപ്പം കുറേ നാൾ കഴിയുമ്പം ആ ബിസിനസ് തന്നെ എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് കരുതി എല്ലാവരും മോശക്കാരാണോ എന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകും. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളെ, മറ്റുള്ളവരെ വിശ്വസിച്ച് പണം ഇറക്കുന്ന കാര്യങ്ങളെ, ഇടനില നിന്ന് ആർക്കെങ്കിലും വേണ്ടി പണം മേടിച്ചു കൊടുക്കുക, അല്ലെ സ്വർണം ആർക്കെങ്കിലും വേണ്ടി പണയം വെക്കാൻ കൊടുക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ആരെയും ഒരു അവധി സഹായിക്കരുതെന്നല്ലെന്ന് പറഞ്ഞ് ആളും തരം നോക്കി ചെയ്യുക. വളരെ ഇങ്ങനെയുള്ള, ഞാനിതുപോലെ ഈ ഹൃദയരേഖയിൽ നിന്ന് താഴേക്ക് രേഖ പോകുന്ന ഒരാളോട് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യരുതെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, പുള്ളിയുടെ പാർട്ണർ എവിടെയോ നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു ചെയ്തു, നല്ലതാണെന്ന് പറഞ്ഞു. അത് ആർക്ക് നല്ലതാണ്, ഇനി പറഞ്ഞ ആൾക്ക് നല്ലതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ പറഞ്ഞു ശരി, നിങ്ങളുടെ ഇഷ്ടം. 1.5 ലക്ഷം രൂപ വെറുതെ അങ്ങ് പോയി. പാർട്ണർഷിപ്പ് ചെയ്ത. അപ്പോൾ ഞാൻ കേട്ടിരുന്നെങ്കിൽ എൻ്റെ ആ ഒരു വാക്കിന് വില അപ്പോൾ 1.5 ലക്ഷം രൂപ എന്ന് വെച്ചാൽ അയാൾ ലാഭിച്ചേനെ. അപ്പം പിന്നെ പുള്ളി എന്നോട് ഒന്നിച്ച് പറഞ്ഞു, പുള്ളിക്ക് വേറൊരു പാർട്ണർഷിപ്പ് വന്നിട്ടുണ്ട്, ചെയ്യുന്നില്ല. കാരണം പുള്ളിക്ക് വിശ്വാസമായി. 1.5 ലക്ഷം രൂപ പോകാതെ വിശ്വസിക്കാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ചിലർ അനുഭവം കൊണ്ടേ പഠിക്കത്തുള്ളൂ. ഇതൊക്കെയാണ് ജ്യോതിഷം, ഹസ്തരേഖ, സംഖ്യാ ജ്യോതിഷം. അതുപോലെ പ്രാണായാമം ആണെങ്കിലും ശരനൂൽ വിദ്യ ആണെങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്ന എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ, തൊഴിലിലെ ആയിക്കോട്ടെ, കുടുംബത്തിലെ ആയിക്കോട്ടെ, ശ്വാസഗതി എങ്ങനെ, ശിവവിദ്യ, പ്രാണായാമത്തിൽ കൃഷ്ണവിദ്യ, ഇതൊക്കെ മനസ്സിലാക്കി ചെയ്തവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഒന്നും വേണ്ട, വിളക്ക് തന്നെ ശരിയായിട്ട് കത്തിക്കുന്നവർക്ക് അത് ഗുണമുണ്ടായിട്ടുണ്ട്. വലിയ തുകകൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ എമൗണ്ട് ഒന്നും പറയുന്നില്ല, അതൊക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് എനിക്ക് തന്നെ വിശ്വസിക്കുക അത്ര വലിയ മാറ്റങ്ങളുണ്ടാകും. ഏത് കാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത്. അല്ലാതെ നമ്മൾ കുറേ ക്രിയായോഗയുടെ ബാബാജി, ക്രിയാ ബാബാജി ഭോഗനാഥരാണ് ക്രിയാ ബാബാജിയെ അഗസ്ത്യമുനിയുടെ ശിഷ്യനാകാൻ വേണ്ടി തപസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ക്രിയാ ബാബാജിയോട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊക്കെ പഠിച്ച് വെറുതെ ജീവിതം സമയം കളയുന്ന കാര്യമില്ല. ക്രിയാ ബാബാജി തീരുമാനിച്ചു, വേണ്ടത് പഠിക്കുക, ബാക്കി ഗുരുവിൽ നിന്ന് നേടുക. അങ്ങനെയാണ് അദ്ദേഹം, ഇതെൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്ന ക്രിയായോഗ നൽകുമ്പോൾ അദ്ദേഹം അഗസ്ത്യർ അടുത്ത് പോയത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് ഉള്ള പ്രമാണങ്ങളോ അല്ലെങ്കിൽ ഉള്ള അറിവുകളോ അല്ലെങ്കിൽ ലോകത്തിലുള്ള കാര്യങ്ങളോ എല്ലാം മനസ്സിലാക്കുകയല്ല, കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റുന്ന കാര്യം എന്താണ്, നമ്മുടെ ജീവിതത്തിന് പ്രയോജനകരമായ കാര്യം എന്താണ്, അത് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും, അത് ഡീപ്പായിട്ട് ചെയ്യാൻ പറ്റുമോ, നമുക്ക് വേണ്ട കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രായോഗികതയും ഏറ്റവും വലിയ ഈശ്വരാധീനം. അല്ലാതെ ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങൾ അറിഞ്ഞാലും സ്വന്തമായിട്ട് ഒരു ജീവിതത്തിൽ മാറ്റം വരുത്താൻ അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ബിഗ് സീറോയാണ്. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. അപ്പോൾ നമ്മൾ
ഏതൊരു കാര്യമാണേലും അറിയുമ്പോൾ നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളുടെ പുറകെ പോകാതിരിക്കുക. വേണ്ട കാര്യങ്ങൾ അറിയുക, ജയശ്രീറാം, അത് ഭംഗിയായിട്ട് ചെയ്യുക. അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ള വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക, ഭംഗിയായിട്ട് ചെയ്യുക. അത് മാത്രമാണ് ഞാനിതെല്ലാം പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണോ, ഒരു മന്ത്രം ചൊല്ലുമ്പോൾ, ആ മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഋഷി, ദേവത, ഛന്ദസ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും. അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല. എൻ്റെ അർത്ഥം അത് വേണ്ടാന്ന് തന്നെയാണ്. കുരൂരമ്മ എല്ലാവർക്കും അറിയാമല്ലോ. കുരൂരമ്മ എൻ്റെ കൃഷ്ണ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ കൃഷ്ണ എന്നാണ് വിളിക്കുന്നത്. ഭഗവാൻ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെ കുരൂരമ്മ ഋഷി, ഛന്ദസ്, ദേവത, കീലകം ഇതൊന്നും അറിയത്തില്ല. മന്ത്രങ്ങളൊന്നുമല്ല. എൻ്റെ കൃഷ്ണ എന്നേ വിളിക്കത്തുള്ളൂ. ആ വിളിയിൽ അതൊരു മന്ത്രമാണ്. അതുപോലെയാണ് സിദ്ധന്മാരുടെ പല മന്ത്രങ്ങളും. അപ്പം അവിടെ ഹൃദയശുദ്ധി, പിന്നെ പൂർണ്ണ വിശ്വാസം, സംശയമില്ലാത്ത വിശ്വാസം, അത് ഏറ്റവും വലിയ മന്ത്രമാണ്. അപ്പം ഈ എൻ്റെ എന്ന് പറയുമ്പോൾ, എൻ്റെ കൃഷ്ണ എന്ന് പറയുമ്പോൾ അവിടെ ദിവ്യമായ സ്നേഹമാണ്. അവിടെ ഒരു ഭക്തി എന്ന് പറയുമ്പം അവിടെ ഒരു ബഹുമാനമുണ്ട്. ഇവിടെ ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ ഒന്നുമല്ല. എൻ്റെ കൃഷ്ണ എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ. അപ്പോൾ ആ ദിവ്യമായ സ്നേഹം അത് ഏറ്റവും വലിയ മന്ത്രമാണ്. രത്നാകരൻ എന്ന കാട്ടാളൻ രാമ രാമ ജപിച്ചു. അവിടെ ഋഷിയോ ദേവതയോ ഛന്ദസ്സോ ഒന്നും ജപിച്ചല്ല, വെറും രാമ. അതെന്തുകൊണ്ടാണ്? ആ രാമമന്ത്രത്തിൽ അദ്ദേഹം വിശ്വസിച്ച് ശുദ്ധമായ മനസ്സോടുകൂടി ജപിച്ചു. അദ്ദേഹം വാൽമീകിയായി തീർന്നു. അപ്പോൾ ഈ ഋഷി, ഛന്ദസ്സ്, ദേവത വേണമെങ്കിൽ അത് പറയും. ചില മന്ത്രങ്ങൾക്ക് അതില്ലാതെ തന്നെ ചൊല്ലിയാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് ചെയ്യുക. അല്ലാതെ ഒരുപാട് സംശയങ്ങളുടെയും അറിവിൻ്റെയും പുറകെ പോകുന്നവരെന്നും അറിവിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും അവർ അനുഭവത്തിലേക്ക് വരത്തില്ല. വേണ്ടത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ചില സുബ്രഹ്മണ്യ മന്ത്രങ്ങളുണ്ട്. അതിന് ചിലപ്പം ഗുരു പറഞ്ഞു കൊടുക്കും. അതിന് കീലകം പറയും. കീലകം സാ പ്രത്യേക രീതി ഉച്ചരിക്കുമ്പോഴാണ് സഹസ്രാരം ഭേദിക്കുന്നത്. അത് വേണമെങ്കിൽ പറയും. പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആ പറയുന്നത് എന്താണോ അതുപോലെ ചെയ്യുക. അപ്പം ഏതിനും ആ സംശയം എന്ന് പറയുമ്പോൾ, അതായത് ആ സംശയിക്കേണ്ട കാര്യങ്ങളെ സംശയിക്കണം. ആവശ്യമില്ലാത്ത സംശയങ്ങൾ ജീവിതത്തിൽ കുഴപ്പത്തിൽ ചെന്ന് ചാടിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരാൾ ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ അത് ആ വ്യക്തിക്ക് അറിയാം. നിങ്ങൾ ഈ കീലകം പറയണോ, അല്ലെങ്കിൽ ഋഷി പറയണോ, ഛന്ദസ് പറയണോ എന്നറിയാം. അത് പറയേണ്ടതിന് പറയും, അല്ലാത്തതിന് പറയത്തില്ല. അപ്പം വേണ്ടതെല്ലാം പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി അത് ചെയ്യുക. ചിലർ ചോദിക്കാറുണ്ട്, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ്. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഓം നമഃ ശിവായ ചൊല്ലാവോ എന്ന്. എന്നാ മറുപടി പറയാനെങ്കിലും, വാർത്താളി പോലുള്ള ദേവതകളുടെ മന്ത്രങ്ങൾ പിഴച്ചാൽ പോലും ഓം നമഃ ശിവായ ചൊല്ലിയാൽ അതിന് പരിഹാരമാണ്. അത്ര ശക്തിയുള്ള ഓം നമഃ ശിവായ ചൊല്ലാവോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അവിടെ ഇവിടെയും പറയുന്നതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, മേലാൽ എന്നോട് അങ്ങനെ ചോദിച്ചു പോകരുത്. അങ്ങനെയുള്ളവരോട് ജീവിതത്തിൽ ഞാൻ ഒരു കോണ്ടാക്റ്റ് പോലും വെക്കത്തില്ല. അത് ആവശ്യമില്ലാത്ത സംശയമാണ്. അപ്പം ആവശ്യമുള്ള കാര്യങ്ങളുടെ പുറകെ പോവുക, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക, വേണ്ടത് മനസ്സിലാക്കുക, അത് നന്ന ഭംഗിയായിട്ട് ചെയ്യുക, അതിൽ വിശ്വസിക്കുക. അത്രയേ ഉള്ളൂ. അതാണ് ഈ ക്രിയാബാബാജി ആണെങ്കിലും ശൈവസിദ്ധന്മാരാണെങ്കിലും അവരുടെ ഗുരു എന്ന് പറഞ്ഞു കൊടുത്തോ അതാണ് അവർ ചെയ്യുന്നത്. അല്ല ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളുടെ പുറകെ അവരാരും പോകാറില്ല. ഗുരു പറഞ്ഞു കൊടുക്കുന്ന വിദ്യ ചെയ്യുന്നു, അതിൽ പൂർണ്ണതയിലെത്തുന്നു, അതിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവരൊക്കെ ഈശ്വരന്മാരായി തീർന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ അറിവിന് വേണ്ടി ഇത്രയും കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. ഇത് എത്ര പേര് കാണുമെന്നോ എത്ര പേര് ഇത് മുഴുവൻ കാണുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത അറിവുകളാണ്. ഇതൊക്കെ വളരെ മൂല്യമുള്ള കാര്യങ്ങളാണ്, നിധികൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന വലിയ നിധികളായി അറിവുകൾ. അതൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനപ്പെടും. ഓം ശിവായ നമഃ യനവശിമാ മവയന ശയനമവ വശിമയന. ഓം ശിവായ നമഃ യനവശിമാ മവയന ശയനമവ
വശിമയന ഓം ശിവോഹം ശിവോഹം ശിവോഹം.